നമസ്കാരം. അണ്ടർ ദി നോർത്ത് പോൾ ഭാഗം 2. ഒരു കടൽ ജീവി, അതിനാരോ നോട്ടിലസ് എന്ന പേരിട്ടു. 1800കളിൽ ഇതേ പേരിൽ, നോട്ടിലസ് എന്ന പേരിൽ, അന്തർവാഹിനികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഫുൾട്ടൻ പ്രാകൃതമായിട്ടുള്ള എഞ്ചിനില്ലാത്ത ഒരു അന്തർവാഹിനി, ഒരു നോട്ടിലസ്, നെപ്പോളിയന് വേണ്ടി നിർമ്മിച്ചു. ഇതിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സയൻസ് ഫിക്ഷൻ നോവലുകളുടെ തമ്പുരാനായ ജൂൾ വെൺ തൻ്റെ സാങ്കല്പിക കഥാപാത്രമായിട്ടുള്ള ക്യാപ്റ്റൻ നെമോയെയും അദ്ദേഹത്തിൻ്റെ അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസിനെയും സൃഷ്ടിച്ചു. നോവലിൽ, കഥയിലാണെങ്കിൽ കൂടി ഈ നോട്ടിലസുമായിട്ട് ക്യാപ്റ്റൻ നെമോ ദക്ഷിണ ധ്രുവം വരെയും എത്തിച്ചേർന്നു. ഈ ഒരു ഫിക്ഷൻ നോവലിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മറ്റൊരു സാഹസിക പര്യവേഷകൻ ജോർജ് ഹുബർട്ട് വിൽക്കിൻസ്, ഓസ്ട്രേലിയക്കാരനാണ് ഇദ്ദേഹം, മറ്റൊരു നോട്ടിലസിൽ, അതൊരു ഡീസൽ അന്തർവാഹിനിയായിരുന്നു, അതിൽ ഉത്തരധ്രുവം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പക്ഷേ അന്നത്തെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഉത്തരധ്രുവം വരെയും എത്തിച്ചേരുവാൻ സാധിച്ചില്ല. തകർന്ന ഹൃദയവുമായി ജോർജ് ഹുബർട്ട് വിൽക്കിൻസ് അന്ന് മടങ്ങിപ്പോന്നു. അതായത് ഉത്തരധ്രുവത്തിൽ, അതിൻ്റെ ആർട്ടിക്കിൻ്റെ അടിയിലൂടെ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരുക, അന്തർവാഹിനിയിൽ എത്തിച്ചേരുക എന്നുള്ളത് ഒരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു. അങ്ങനെ 20 വർഷങ്ങൾ കടന്നുപോയി. നോട്ടിലസ് എന്ന് പറഞ്ഞ പേരിൽ മറ്റൊരു അന്തർവാഹിനി കൂടി ഈ ലോകത്ത് ഉണ്ടായി. ഭൂമിയിലെ ആദ്യത്തെ ആറ്റമിക് സബ്മറൈൻ, ആണവ അന്തർവാഹിനി നോട്ടിലസ്. 1958 ജനുവരിയിൽ ഈ നോട്ടിലസിന്റെ കമാൻഡറായിട്ടുള്ള വില്യം റോബർട്ട് ആൻഡേഴ്സിനെ അടിയന്തരമായിട്ട് അഡ്മിറൽ ഡാസ്പിറ്റ് വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ഈ അഡ്മിറൽ ഡാസ്പിറ്റ് ഇദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ്: എത്രയും വേഗം നിങ്ങളുടെ ആറ്റമിക് സബ്മറൈനായിട്ടുള്ള ഈ നോട്ടിലസുമായിട്ട് ഉത്തരധ്രുവത്തിലേക്ക് പോകുക. പണ്ട് ജോർജ് ഹുബർട്ട് വിൽക്കിൻസ് ചെയ്തതുപോലെ തന്നെ അടിയിലൂടെ സബ്മർജ് ചെയ്ത് വേണം ഉത്തരധ്രുവത്തിലേക്ക് പോകുവാൻ. അത് മറികടന്ന് നിങ്ങൾ ഇപ്പുറേ എത്തണം. എത്രയും വേഗം ഇത് ചെയ്യണം. ഇത് പരമ രഹസ്യവും ആയിരിക്കണം. ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ ഒരു അന്തർവാഹിനി കൊണ്ടുപോകുക എന്നുള്ളത് മനുഷ്യന്റെ എക്കാലത്തെയും സ്വപ്നമാണ്. ജോർജ് ഹുബർട്ട് വിൽക്കിൻസ് ഇത്തരമൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് തന്റെ ആയുസ് മുഴുവൻ കളഞ്ഞിട്ട് 82 ഡിഗ്രി നോർത്ത് വരെയും പോയി മടങ്ങി വന്ന ഒരാളുമാണ്. അതിനുശേഷം 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആറ്റമിക് അന്തർവാഹിനിയുമായിട്ട് ഇതേ റൂട്ടിലൂടെ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ പോകണം എന്ന് അഡ്മിറൽ ലോറൻസ് ഡാസ്പിറ്റ് ഈ ആൻഡേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നോർത്ത് പോളിലേക്ക് തിരിക്കണം എന്ന് ഈ ഡാസ്പിറ്റ് ആൻഡേഴ്സിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പരമ രഹസ്യമായിരിക്കണം എന്ന് ഇദ്ദേഹം പ്രത്യേകം പറഞ്ഞത്? അതിന് സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണമായിരുന്നു ഉണ്ടായിരുന്നത്. 1950കളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും തമ്മിൽ നേരിട്ട് യുദ്ധമൊന്നുമില്ല, പക്ഷേ സൈനികപരമായിട്ടും ടെക്നോളജിയിലുമൊക്കെ ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ മുന്നിൽ കയറുവാൻ വേണ്ടിയിട്ട് നിരന്തരം പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട്, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള സ്പുട്നിക് 1 ആകാശത്തിലേക്ക്, ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത്. അത് 1957 ഒക്ടോബറിലായിരുന്നു. അമേരിക്കൻ അഭിമാനത്തിനേറ്റ ഒരു വൻ പ്രഹരമായിരുന്നു ഈ സ്പുട്നിക് 1ന്റെ വിക്ഷേപണം. എന്നാൽ അതേ വർഷം 1957 നവംബറിൽ സോവിയറ്റ് യൂണിയൻ ഒന്നുകൂടി അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചു. അവർ സ്പുട്നിക് 2 കൂടി വിക്ഷേപിച്ചു. ഇപ്രാവശ്യം അതിന്റെ ഉള്ളിൽ ജീവനുള്ള ലൈക്ക എന്ന പേരുള്ള ഒരു നായ കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടി ആകെ വെകിളി പിടിച്ച അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഈ സ്പേസ് പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾ, ഇതിൻ്റെയൊക്കെ വേഗത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആളുകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പ്രൊജക്ട് വാൻഗാർഡ് എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രത്യേക പദ്ധതി ഇവർ രൂപകൽപ്പന ചെയ്യുന്നത്. എന്നാൽ വാൻഗാർഡ് എന്ന റോക്കറ്റിൽ വിക്ഷേപിച്ച വാൻഗാർഡ് TV3 എന്ന ഉപഗ്രഹം വിക്ഷേപണ തറയിൽ വെച്ച് തന്നെ പൊട്ടിത്തകർന്ന് ചാമ്പലായി. സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 2 വിക്ഷേപിച്ചിട്ട് ഒരു മാസത്തിന് ശേഷം 1957 ഡിസംബറിലായിരുന്നു ഈ ഒരു സംഭവം. ഇത് ഇങ്ങനെ വിക്ഷേപണ തറയിൽ വെച്ച് തന്നെ ഈ ഒരു വാൻഗാർഡ് TV3 എന്ന് പറഞ്ഞ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു പോയതോടെ ഈ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിലെ പത്രപ്രവർത്തകർ അമേരിക്കയെ കണക്കിന് കളിയാക്കി. തങ്ങൾ വിക്ഷേപിച്ചത് സ്പുട്നിക് ആണെങ്കിൽ അമേരിക്ക വിക്ഷേപിച്ചത് ഫ്ലോപ്നിക് ആണ് എന്ന് പറഞ്ഞ് ഇവരെ കണക്കിന് പരിഹസിച്ചു. അതും കൂടാതെ ആവശ്യപ്പെടുകയാണെങ്കിൽ തങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് കുറച്ച് കാശ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാം എന്നൊക്കെ ഈ സോവിയറ്റ് യൂണിയന്റെ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കക്കാരെ കളിയാക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കൻ ഹീറോ ആയിരുന്ന ഐസൻഹവർ ആയിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഒരു സ്പുട്നിക് 1, 2 ഇതിന്റെ രണ്ടിന്റെയും വിജയം, പിന്നെ വാൻഗാർഡ് പ്രോജക്റ്റിന്റെ പരാജയം, ഇത് രണ്ടും ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും തമ്മിൽ ടെക്നോളജിയിൽ വലിയൊരു വിടവുണ്ട് എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു ധാരണ ആളുകൾക്കിടയിൽ പരക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഐസൻഹവറിന് മനസ്സിലായി. അതുമാത്രമല്ല, സ്പുട്നിക് വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച റോക്കറ്റുകൾ, അതേ റോക്കറ്റുകൾ തന്നെ ആണവ പോർമുനകളുള്ള മിസൈലുകളാക്കി മാറ്റിയിട്ട്
അവർക്ക് അമേരിക്കയിലേക്ക് വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ള സത്യവും ഇവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ 1950കളിൽ ആരംഭിച്ച സ്പേസ് റേസിൽ സോവിയറ്റ് യൂണിയൻ തങ്ങളെക്കാൾ ബഹുദൂരം എത്തിയതായി അമേരിക്കൻ ജനതയും വിശ്വസിച്ചു. ഇങ്ങനൊരു അവസരത്തിൽ അമേരിക്കൻ ജനതയ്ക്ക് ആത്മധൈര്യം പകരേണ്ട ഒരു ആവശ്യം പ്രസിഡന്റ് ഐസൻഹാവറിന് ഉണ്ട്. അതിനുള്ള വഴിയാണ് ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ 1950കളിൽ വലിയൊരു ടെക്നോളജി ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ള ധാരണ ലോകത്ത് പരക്കുവാനും ഇടയായിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിയെടുക്കണം. പക്ഷേ മറ്റൊരു സത്യമുണ്ട്. ഇങ്ങനെ സ്പേസ് റേസിൽ സോവിയറ്റ് യൂണിയൻ ഒന്നാമത് എത്തിയെങ്കിലും മറ്റു പല കാര്യങ്ങളിൽ, മറ്റു പല ടെക്നോളജികളിൽ അമേരിക്ക സോവിയറ്റ് യൂണിയനേക്കാളും ഒരുപാട് മുൻപന്തിയിലായിരുന്നു. അതിലൊന്നായിരുന്നു അന്തർവാഹിനികളുടെ ടെക്നിക്ക്. ലോകത്തിലെ ആദ്യത്തെ ആറ്റമിക് സബ്മറൈൻ നോട്ടിലസ് ഇങ്ങനെ കടലിലൂടെ നടക്കുന്ന സമയത്ത് അത്തരം ഒരെണ്ണം പോലും സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് തങ്ങൾ സോവിയറ്റ് യൂണിയനേക്കാളും ഒരുപാട് മുൻപന്തിയിലാണ് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കേണ്ടത് ഐസൻഹാവറിന്റെയും അമേരിക്കയുടെയും ഒരു ദൗത്യമായിരുന്നു, അല്ലെങ്കിൽ ആവശ്യമായിരുന്നു. പക്ഷേ ആദ്യത്തെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസ് തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ ആറ്റമിക് സബ്മറൈൻ ആയിട്ടുള്ള നോട്ടിലസിന് എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റുള്ള അന്തർവാഹിനികൾക്ക് ഇല്ലാത്ത എന്ത് കഴിവാണ് ഇതിനുള്ളത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്താൽ മാത്രമേ ഈ സോവിയറ്റ് യൂണിയന് മുന്നിൽ അമേരിക്കയ്ക്ക് ആ സമയത്ത് തലയുയർത്തി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഈ നോട്ടിലസിനെ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരു ആശയം ഉരുത്തിരിയുന്നത്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് അധികം മണിക്കൂറൊന്നും ഇങ്ങനെ കടലിന്റെ അടിയിൽ കിടക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞ് പാളികൾ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ മണിക്കൂർ കണക്കിന് അതിലൂടെ പോയിട്ട് ഈ ഉത്തരധ്രുവം മറികടന്ന് അപ്പുറേ കടക്കാനായിട്ട് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് കഴിയില്ല. എന്നാൽ ആറ്റമിക് സബ്മറൈൻ ആയിട്ടുള്ള നോട്ടിലസിന് ഇതൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് നോട്ടിലസുമായിട്ട് ഈ ഒരു നോർത്ത് പോളിന്റെ അടിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് സോവിയറ്റ് യൂണിയന്റെ മേളിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾക്ക് മുകളിലുള്ള അമേരിക്കയുടെ വലിയൊരു വിജയം തന്നെ ആയിരിക്കും. അതായത് നോട്ടിലസ് ഈ ഒരു ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കിയാൽ ആകാശം നിങ്ങളെടുത്തോ കടൽ ഞങ്ങളിങ്ങെടുത്തു എന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 1957 അവസാന ഭാഗത്താണ് ഈ സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1ഉം 2ഉം വിടുകയും 1957 ഡിസംബറിലാണ് ഇവരുടെ അമേരിക്കയുടെ വാൻഗാർഡ് പ്രൊജക്ട് തകരുകയും ചെയ്യുന്നത്. അങ്ങനെ 1958 ജനുവരിയിലാണ് നമ്മുടെ ഈ നോട്ടിലസിന്റെ കമാൻഡറായിട്ടുള്ള ആൻഡേഴ്സിനെ ഈ അഡ്മിറൽ ഡാസ്പിറ്റ് ഈ വാഷിംഗ്ടണിലേക്ക് ക്ഷണിച്ചിട്ട് ഈ ഒരു കാര്യം, നോട്ടിലസിനെ ഈ ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ കൊണ്ടുപോകുന്ന കാര്യം ഇദ്ദേഹത്തോട് പറയുകയും ചെയ്തത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒറ്റയടിക്ക് ഒരു എസ് ഇദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പരിശോധിച്ച ശേഷം, ഇതൊക്കെ പഠിച്ച ശേഷം തിരികെ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡാസ്പിറ്റിന്റെ ഓഫീസിൽ നിന്ന് ആൻഡേഴ്സൺ ഇറങ്ങിപ്പോയത്. ഡാസ്പിറ്റ് രണ്ട് കാര്യങ്ങളാണ് ആൻഡേഴ്സനോട് പറഞ്ഞത്. ഒന്ന്, ഇത് രഹസ്യമായിരിക്കണം. മറ്റേത്, ഇത് വളരെ വേഗത്തിൽ നടപ്പിൽ വരുത്തുകയും വേണം. എന്നാൽ ആൻഡേഴ്സന്റെ മുന്നിൽ ഒട്ടേറെ കടമ്പകൾ കടക്കുവാനായിട്ടുണ്ട്. അതായത് ഇതുവരെയും ആരും പോകാത്ത ഒരു റൂട്ടാണ് ആർട്ടിക്കിലൂടെ അന്തർവാഹിനിയിൽ. 82 ഡിഗ്രി നോർത്ത് വരെയും നമ്മുടെ വിൽക്കിൻസ് പോലും പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആർട്ടിക് സർക്കിളിനുള്ളിൽ അന്തർവാഹിനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. സോവിയറ്റ് യൂണിയന്റെയും ഈ അമേരിക്കയുടെയും അന്തർവാഹിനികൾ പോകുന്നുണ്ട്. പക്ഷേ അവരാരും ഈ 90 ഡിഗ്രി നോർത്ത് വരെയും പോകാനായിട്ട് ശ്രമിച്ചിട്ടില്ല. കാരണം അവിടെ അനന്തവിശാലമായിട്ട് ഐസ് പാളികൾ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ പോകുവാൻ ശേഷിയുള്ള ഒരൊറ്റ അന്തർവാഹിനി പോലും ഈ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഈ ഒരു ആറ്റമിക് സബ്മറൈൻ വന്ന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് പരിശ്രമിച്ച് നോക്കാം എന്നാണ് ഇവർ കരുതുന്നത്. ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഈ 1958 കാലഘട്ടങ്ങളിൽ യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. കാരണം അന്തർവാഹിനിയിൽ അതുവഴിയൊന്നും പോയിട്ട് ആരും ഇത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന പോക്കിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ഈ ആൻഡേഴ്സിന് പ്രവചിക്കാൻ സാധ്യമല്ല. ഭൂമിയുടെ വടക്കേ അറ്റം, അതായത് ഗ്ലോബിലെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ആർട്ടിക് ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡമൊന്നുമില്ല. അവിടെ ഉള്ളത് വെറും കടലാണ്. ആർട്ടിക് സമുദ്രം മാത്രമാണ് ഉള്ളത്. ആഴമേറിയ ഒരു കടലാണ്. അതിന്റെ മുകളിൽ ഐസ് പാളികൾ, മഞ്ഞ് കട്ടകൾ ഇങ്ങനെ ഒഴുകി നടപ്പുണ്ട്. അതാണ് ആർട്ടിക്. ആർട്ടിക്കിന്റെ മുകളിലെ മഞ്ഞ് പാളികളിലൂടെ നടന്നിട്ട് കറക്റ്റ് ഉത്തരധ്രുവത്തിൽ 90 ഡിഗ്രി നോർത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ദൗത്യത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിന്റെ മുകളിലൂടെ, നോർത്ത് പോളിന്റെ മുകളിലൂടെ ചെറിയ വിമാനങ്ങളിൽ ആളുകൾ പറന്നിട്ടുമുണ്ട്. പക്ഷേ അടിയിലൂടെയുള്ള ഒരു യാത്ര ഇതുവരെയും ആരും ശ്രമിച്ചിട്ടില്ല. മഗലൻ പണ്ട് തന്റെ കപ്പലുകളൊക്കെ ആയിട്ട് പസഫിക്കിലൂടെ അന്ന് വരെയും അറിയപ്പെടാത്ത ആ ഒരു സമുദ്രത്തിലൂടെ പോയ പോക്ക്, അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ടിലസുമായിട്ട് നമ്മുടെ ഈ ആൻഡേഴ്സൺ ഇതിന്റെ അടിയിലൂടെ, ആർട്ടിക് സമുദ്രത്തിന്റെ അടിയിലൂടെ പോകേണ്ടത്. അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, റഷ്യ, വടക്കൻ യൂറോപ്പ്, ഇതിന്റെ എല്ലാം ഇടയിലായിട്ടാണ് ഈ ഒരു ആർട്ടിക് സമുദ്രം, ആഴമേറിയ ആർട്ടിക് സമുദ്രം ഉള്ളത്. മെഡിറ്ററേനിയൻ കടലിന്റെ 5 ഇരട്ടി വലുപ്പമുള്ള ആർട്ടിക്കില്
ഐസ്ബർഗുകൾ, ഈ പറയുന്ന ഹിമാനികൾ, ഐസ് ഷീറ്റുകൾ ഇതെല്ലാം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര അപകടം നിറഞ്ഞത് ആകുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഐസ് പാളികൾ മുതൽ കിലോമീറ്ററുകൾ നീളത്തിലുള്ള വമ്പൻ ഒരു ജില്ലയുടെ വലിപ്പമുള്ള ഐസ് പാളികൾ വരെയും ഈ ആർട്ടിക് സമുദ്രത്തിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. അതായത് ഒഴുകി നടപ്പുണ്ട്. ചിലപ്പോൾ ഇത്തരം ഐസ് പാളികൾക്കിടയിൽ ഒരു തരി വിടവ് പോലും ഉണ്ടാവില്ല. കിലോമീറ്ററുകൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അത്രയും ദൂരം കടലിന്റെ അടിയിലൂടെ അന്തർവാഹിനി കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഐസ് പാളികൾക്ക് ഘനം കുറവാണ്. പക്ഷേ ഐസ് ബെർഗുകൾക്ക്, ഹിമാനികൾക്ക് ഈ കടലിന്റെ സർഫസിൽ നിന്ന് താഴേക്ക്, കടലിന്റെ അടിയിലേക്ക് കുറെ ദൂരം, കുറെ ആഴത്തിൽ അതിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ താഴേക്ക് കിടപ്പുണ്ടാവും. ഇത് അന്തർവാഹിനികൾക്ക് മാർഗതടസ്സം ഉണ്ടാകും. അല്ലെങ്കിൽ ഇതിൽ തട്ടി അന്തർവാഹിനികൾക്ക് കേടുപാടുകൾ സംഭവിക്കും. ചിലപ്പോൾ ഈ അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസിന് മുങ്ങാൻ സാധിക്കുന്ന ഒരു ആഴം ഉണ്ടല്ലോ, ആ ആഴത്തെക്കാളും ആഴത്തിലാവും ഈ ഐസ് ബർഗുകളുടെ ചൂടുഭാഗം, താഴ്ഭാഗം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു വേണം ഇതിനെല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണം ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടിലസുമായിട്ട് ആൻഡേഴ്സിന് അങ്ങോട്ടേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിൽക്കിൻസ് ചെയ്തതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ തന്റെ ഈ അന്തർവാഹിനിയിൽ വരുത്തിയാൽ മാത്രമേ ആറ്റമിക് സബ്മറൈനാണ് എങ്കിൽ കൂടി ഈ ഒരു നോട്ടിലസുമായിട്ട് ആൻഡേഴ്സിന് ഈ ആർട്ടിക് സമുദ്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആൻഡേഴ്സൺ തന്നെ മുന്നിലിരിക്കുന്ന ഭൂപടങ്ങൾ, ചാർട്ടുകൾ, ഡോക്യുമെന്റ്സ്, ബുക്കുകൾ ഇതിലേക്ക് മാറി മാറി നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആർട്ടിക്കിലൂടെ ഒരു വഴി ഇദ്ദേഹം തുറന്നു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആറ്റമിക് സബ്മറൈനുകൾക്ക് ഈ ഒരു വഴി പോവുകയാണെങ്കിൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ദൂരം നേർപകുതിയായി മാറുകയും ചെയ്യും. ഉദാഹരണത്തിന് ലണ്ടനിൽ നിന്ന് ടോക്കിയോയിലേക്ക് ഈ ആർട്ടിക്കിന്റെ അടിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ദൂരം നേർപകുതിയാകുകയും ചെയ്യും. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയാൽ പുതിയൊരു വഴി ലോകത്തിന് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരമൊരു എളുപ്പത്തിലുള്ള കടൽ റൂട്ട്, ഒരു കടൽ പാത കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് 1879 ജോർജ് വാഷിംഗ്ടൺ ഡിലോങ് എന്ന് പറഞ്ഞ ഒരു പരിവേഷകൻ തന്റെ കപ്പലും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നോർത്ത് പോളിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ കപ്പലായിട്ടുള്ള ജനറ്റ് നോർത്ത് പോളിലെ മഞ്ഞ് കട്ടകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത് 2 വർഷങ്ങളാണ്. അവസാനം ആർട്ടിക്കിലെ മഞ്ഞ് കട്ടകൾക്കിടയിൽ ഞെങ്ങിഞ്ഞെരിഞ്ഞ് ഈ ഒരു ജനറ്റ് തകരുകയും ചെയ്തു. ആ കപ്പലിൽ അപ്പോഴുണ്ടായിരുന്ന 31 പേരിൽ 13 പേർ മാത്രമാണ് ഐസ് പാളികളുടെ മുകളിലൂടെ സഞ്ചരിച്ച് അവസാനം രക്ഷപ്പെട്ട് പുറം ലോകത്തേക്ക് വന്നത്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നാളുകൾക്ക് ശേഷം ഈ തകർന്ന ജനറ്റ് എന്ന് പറഞ്ഞ ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഒഴുകി ഒഴുകി ഗ്രീൻലാൻഡിന്റെ തീരത്ത് വന്ന് അടിഞ്ഞു. ഇത് മറ്റൊരു സാഹസിക പരിവേഷന്റെ മുന്നിലാണ് ചെന്നുപെട്ടത്. നോർവീജിയൻ പരിവേഷകൻ ആർട്ടിക് എക്സ്പ്ലോറർ ഫ്രിച്ച്യോഫ് നാൻസൻ 3 കൊല്ലങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കപ്പലുമായിട്ട് അദ്ദേഹം നോർത്ത് പോളിലേക്ക് പോകാനായിട്ട് ആ ഒരു യാത്ര നടത്തിയത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 86 ഡിഗ്രി നോർത്ത് വരെയും എത്താനേ സാധിച്ചുള്ളൂ. ഇക്കാലത്തും പിന്നീടും ഒട്ടനവധി പരിവേഷകർ നടന്നും നായ്ക്കൾ വലിക്കുന്ന വണ്ടിയിലും ഒക്കെ ആയിട്ട് ഈ നോർത്ത് പോളിൽ എത്തിച്ചേരുവാൻ ശ്രമിച്ചെങ്കിലും പലരും പരാജയമടഞ്ഞു, മരണമടഞ്ഞു. അവസാനം 1909 അഡ്മിറൽ റോബർട്ട് പീറിയുടെ ടീമാണ് ഈ ഉത്തരധ്രുവത്തിൽ അമേരിക്കൻ പതാക കൊണ്ടെത്തിച്ചത്. പീറി പക്ഷേ ശരിക്കും 89 ഡിഗ്രി നോർത്ത് വരെയും ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ ടീമിലുണ്ടായിരുന്ന അമേരിക്കൻ ആഫ്രിക്കൻ വംശജനായിട്ടുള്ള മാത്യു ഹെൻസനാണ് ശരിക്കും ഈ ഒരു നോർത്ത് പോൾ വരെയും നടന്ന് ചെന്നിട്ട് തിരികെ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനും 1 വർഷം മുമ്പ് മറ്റൊരു അമേരിക്കൻ പരിവേഷകൻ ആൽബർട്ട് കുക്ക് ഈ ഉത്തരധ്രുവം വരെയും ചെന്നിരുന്നു എന്നൊക്കെ ആരോപണങ്ങളുണ്ട്. ശരിക്കും പീറിയാണോ, മാത്യു ഹെൻസനാണോ, ഈ കുക്കാണോ, ഇനി മറ്റു വല്ലരുമാണോ ശരിക്കും ഈ ഒരു നോർത്ത് പോളിൽ ആദ്യം ചെന്നത് എന്ന് ഇതുവരെയും നമുക്ക് തീർച്ചപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം ഈ നോർത്ത് പോൾ എന്ന് പറയുന്നത് വെറും സമുദ്രമാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഐസ് പാളികൾ ഒഴുകി നടപ്പുണ്ട്. അതിന്റെയൊക്കെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിവേഷകർ പറഞ്ഞ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇവർ ചെന്നെത്തിയത് ശരിക്കും നോർത്ത് പോളിൽ തന്നെ ആയിരുന്നോ, ആ ഒരു പോയിന്റിൽ തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും അതിഭീകരമായിട്ടുള്ള രീതിയിൽ സംശയങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യമാരാണ് ചെന്നെത്തിയത് എന്നുള്ളത് ശരിക്കും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലുള്ള കാര്യമാണ്. എന്താണെങ്കിലും കുറച്ച് ആളുകളൊക്കെ നടന്നും ഈ നായ്ക്കൾ കെട്ടിവലിക്കുന്ന വണ്ടിയിലും ഒക്കെ ഈ ഒരു ഉത്തരധ്രുവത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവണം. മറ്റു ചിലർ ഈ ഒരു യാത്രയിൽ മരണമടഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കൂട്ടര് അവർ ഈ ഒരു യാത്ര പകുതിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് തകർന്ന ഹൃദയവുമായിട്ട് തിരികെ പോന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ജോർജ് ഹുബർട്ട് വിൽക്കിൻസ്. അദ്ദേഹം 82 ഡിഗ്രി നോർത്ത് വരെ മാത്രമാണ് ചെന്നെത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടിലസ്, ആ പഴയ നോട്ടിലസ് ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിരുന്നു. ഒരു മനുഷ്യൻ നീന്തുന്ന ആ ഒരു വേഗത, അതിനേക്കാളും കുറച്ചുകൂടെ വേഗത, ആ ഒരു വേഗതയിൽ മാത്രമാണ് ഈ 82 ഡിഗ്രി നോർത്ത് വരെയും ഇദ്ദേഹം ചെന്നെത്തിയത്. അത് മാത്രമല്ല ഇതൊരു ഡീസൽ അന്തർവാഹിനി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഓക്സിജൻ ഇതിലേക്ക് സംഭരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സർഫസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിന് ഇടയ്ക്കിടെ വരുമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ നോട്ടിലസിന്, ഇപ്പോഴത്തെ നോട്ടിലസിന്, ആറ്റമിക് അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസിന് അതിന്റെ ആവശ്യമൊന്നും വരില്ല. ഓർക്കുക, കിലോമീറ്ററുകൾ നീളത്തിൽ ഇങ്ങനെ മഞ്ഞ് മഹാസമുദ്രമായിട്ട് കിടക്കുന്ന ഈ ഒരു ആർട്ടിക്കിൽ അവിടുത്തെ ഐസ് പാളികളെ പൊട്ടിച്ചുകൊണ്ട് ഇടയ്ക്കിടെ സർഫസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പണിയൊന്നുമല്ല. ടോർപിഡോ വെച്ചൊക്കെ പൊട്ടിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
പൂർണ്ണമായും സബ്മേർജ് ചെയ്ത് വെള്ളത്തിനടിയിലൂടെ തന്നെ ഈ ഒരു ആർട്ടിക്ക് മറികടക്കുക, ഉത്തരധ്രുവം മറികടക്കുക എന്നുള്ള ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതായത് ഡീസൽ അന്തർവാഹിനികൾക്ക് ഇടയ്ക്കിടെ സർഫസ് ചെയ്യേണ്ടി വരുന്ന ഡീസൽ അന്തർവാഹിനികൾക്ക് ഒരിക്കലും ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ ഈ പഴയ വിൽക്കിൻസിന്റെ നോട്ടിലസ്, ഡീസൽ നോട്ടിലസിന് വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. 82 ഡിഗ്രി നോർത്ത് വരെയും ചെന്നെത്തിയപ്പോൾ ഇതിന്റെ ഹള്ള് അതിനകത്തുകൂടി ഇതിന്റെ ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ തകരാറിലായി. അതിന്റെ ഹള്ളിനകത്ത് മഞ്ഞ് കണങ്ങൾ രൂപപ്പെടുവാനായിട്ട് തുടങ്ങി. ആളുകൾ അത് മുഖേന തണുത്ത് വിറയ്ക്കാനായിട്ടൊക്കെ തുടങ്ങുകയും അത് മാത്രമല്ല ഇതിന്റെ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ ഇത് കാരണം ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. വിൽക്കിൻസിന്റെ കാലവും കഴിഞ്ഞിട്ട് ഏതാണ്ട് 20-22 വർഷങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ ആൻഡേഴ്സിന്റെ കയ്യിലുള്ളത് ഒരു ആറ്റമിക് സബ്മറീനാണ്. അത് മാത്രമല്ല, വിൽക്കിൻസിന്റെ അന്തർവാഹിനിയെക്കാളും 5 ഇരട്ടി വലിപ്പമാണ് ഇപ്പോഴുള്ള ഈ ഒരു ആറ്റമിക് സബ്മറീനായിട്ടുള്ള നോട്ടിലസിന് ഉള്ളത്. ആൻഡേഴ്സൺ തന്റെ ബുക്കിൽ പറയുന്നത് ഒരു ഫുട്ബോളിന്റെ വലിപ്പമുള്ള യുറേനിയം കഷ്ണം കൊണ്ട് 1,00,000 കിലോമീറ്ററുകൾ കടലിന്റെ അടിയിലൂടെ റീഫ്യൂവൽ ചെയ്യാതെ സഞ്ചരിക്കാനായിട്ട് നമ്മുടെ ഈ പുതിയ നോട്ടിലസിന് സാധിക്കും എന്നാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ ബുക്കിൽ വളരെ സിമ്പിളായിട്ട് ഈ നോട്ടിലസിലെ ആറ്റമിക് റിയാക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സാധാരണ ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഒരു നോട്ടിലസ് പ്രവർത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഹീറ്റ്, ഊർജം അതുണ്ടാക്കുന്ന ഒരു ഉപകരണം അത് മാത്രമാണ് ഈ ആറ്റമിക് റിയാക്ടർ. സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റമിക് ഫിഷൻ മുഖേനയാണ് ഇത്തരം റിയാക്ടറുകളിൽ ഈ ഊർജം പുറത്തേക്ക് വരുന്നത്. അതിഭീകരമായ രീതിയിലുള്ള ഹീറ്റ് ഇവിടെ സംജാതമാകും. ഇവിടെ നമ്മുടെ ഈ നോട്ടിലസിലെ ആറ്റമിക് റിയാക്ടറിൽ ഉണ്ടാവുന്ന ആ ഒരു ഹീറ്റ് അത് ഈ ആറ്റമിക് റിയാക്ടറിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു പൈപ്പുണ്ട്, പല പൈപ്പുകളുണ്ട്. അതിനുള്ളിൽ ഹൈ പ്രഷറിൽ, അതിമർദ്ദത്തിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ റിയാക്ടറിൽ ഉണ്ടാകുന്ന ചൂട് ഇതിനകത്തൂടെ പോകുന്ന പൈപ്പിലുള്ള വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആകും ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഈ വെള്ളം ഒരിക്കലും തിളക്കില്ല. കാരണം ഹൈ പ്രഷറിലാണ് ഈ വെള്ളം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തിളക്കില്ല. ഈ വെള്ളം ഈ ആറ്റമിക് റിയാക്ടറിൽ നിന്ന് ഹീറ്റ്, ചൂട് സ്വീകരിച്ചുകൊണ്ട് ഈ വെള്ളം മറ്റൊരു സ്ഥലത്തേക്ക് വരും. അവിടെ ഒരു ബോയിലറിൽ വേറെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഈ ഒരു പൈപ്പ് ചെന്ന് കയറുന്നത്. ആറ്റമിക് റിയാക്ടറിൽ നിന്ന് ഹീറ്റും കൊണ്ടുവരുന്ന ഹൈ പ്രഷറിലുള്ള ആ ഒരു വെള്ളം പ്രഷർ കുറഞ്ഞ ബോയിലറിലുള്ള മറ്റൊരു വെള്ളത്തിൻ്റെ ഇടയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈ പ്രഷറിലുള്ള ഈ ഒരു വെള്ളത്തിൽ നിന്ന് ലോ പ്രഷറിലുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആകുകയും ആ വെള്ളം തിളക്കുകയും ചെയ്യും. ഇങ്ങനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് അതിശക്തമായ രീതിയിൽ സ്റ്റീം, നീരാവി ഉണ്ടാവും. ഈ നീരാവിയുടെ ശക്തിയിലാണ് ഇതിനകത്തുള്ള ഇലക്ട്രിക് മോട്ടോറുകളുടെ ടർബൈനുകൾ കറക്കുന്നത്. അങ്ങനെ ടർബൈൻ കറക്കി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വൈദ്യുതി ലഭിക്കും. ഈ വൈദ്യുതി കൊണ്ടാണ് ഇതിനകത്ത് പാചകം, ഇലക്ട്രിക് കറണ്ട്, ബൾബ്, ഇതിന്റെ സകല കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റീമിന്റെ പവറിൽ തന്നെ ഈ അന്തർവാഹിനിക്ക് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഇതിന്റെ ടർബൈനുകൾ കറക്കുവാൻ വേണ്ടിയിട്ടും ഇതേ സ്റ്റീം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ആറ്റമിക് റിയാക്ടർ വെച്ചിട്ട് ഹീറ്റ് ഉണ്ടാക്കുന്നു. ആ ഹീറ്റ് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്നു. വെള്ളത്തിൽ നിന്ന് നീരാവി ഉണ്ടാകുന്നു. നീരാവിയുടെ പ്രഷറിൽ ടർബൈൻ കറക്കി വൈദ്യുതി നിർമ്മിക്കുന്നു. അത് വെച്ചിട്ട് ഈ ഒരു ആറ്റമിക് സബ്മറൈൻ പ്രവർത്തിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഈ ആറ്റമിക് റിയാക്ടറിന്റെ പവറിൽ പ്രവർത്തിക്കുന്ന ഈ ആറ്റമിക് സബ്മറൈൻ നോട്ടിലസിന് ജലത്തിന്റെ അടിയിലൂടെ 20 നോട്ട്സ് സ്പീഡിൽ പോകാനായിട്ട് പറ്റും. അതായത് 40 km/h ജലത്തിന്റെ അടിയിലൂടെ അതിന്റെ പ്രഷറിനെയും അതിന്റെ പ്രതിരോധത്തെയും മറികടന്നിട്ട് ഇതിന് 40 km/h സ്പീഡിൽ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ അന്നത്തെ കാലത്തെ റെക്കോർഡ് വേഗതയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യവും ഈ വീഡിയോയിലും പറഞ്ഞതാണ്, അഡ്മിറൽ ഡാസ്പിറ്റ് നമ്മുടെ ഈ നോട്ടിലസിന്റെ കമാൻഡറായിട്ടുള്ള ആൻഡേഴ്സിനോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തിരിച്ചു വരാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം നോക്കി പഠിച്ചിട്ട് തൻ്റെ ഈ സബ്മറൈൻ എന്ത് സാധിക്കും എന്ന് മനസ്സിലാക്കിയ ശേഷം ആൻഡേഴ്സൺ തിരിച്ച് വാഷിംഗ്ടണിൽ എത്തി ഡാസ്പിറ്റിനെ കണ്ടിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് നോട്ടിലസുമായിട്ട് ഉത്തരധ്രുവത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന്റെ അടിയിലൂടെ സബ്മർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരധ്രുവം മറികടക്കാനായിട്ട് സാധിക്കും. എന്നെ കൊണ്ട് അത് പറ്റും. ഇത് കേട്ടിട്ട് ഡാസ്പിറ്റിന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വന്നു എന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. ചിരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനുള്ള ഉത്തരവ് ഇദ്ദേഹത്തിന് കൊടുത്തത്. ഈ ഡാസ്പിറ്റ് ഇദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ്, അങ്ങനെയാണെങ്കിൽ വാഷിംഗ്ടണിലെ സിയാറ്റിൽ എന്ന് പറഞ്ഞ തുറമുഖം, ആ തുറമുഖത്ത് നിന്ന് പസഫിക്കിലൂടെ ഉത്തരധ്രുവം മറികടന്ന് അറ്റ്ലാന്റിക്കിൽ എത്തിയിട്ട് ഇംഗ്ലണ്ടിലെ പോർട്ട്ലൻഡിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്പറേഷൻ സൺഷൈൻ എന്നായിരുന്നു ഈ ഒരു ദൗത്യത്തിന് അവരിട്ട പേര്. എന്താണെങ്കിലും ഈ ഒരു ഉത്തരവ് കൈപ്പറ്റിയ ശേഷം അതിവേഗത്തിൽ നമ്മുടെ ആൻഡേഴ്സൺ നോട്ടിലസിലേക്ക് മടങ്ങി. ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ നോട്ടിലസിനെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുവാനായിട്ട് ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ഘടിപ്പിക്കുവാനായിട്ട് ഉണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഹുബർട്ട് വിൽക്കിൻസ് തന്റെ അന്തർവാഹിനിയിൽ, പഴയ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസിൽ വരുത്തിയ മാറ്റങ്ങൾ പോലെ തന്നെ ഇദ്ദേഹത്തിന് ആൻഡേഴ്സിന് തന്റെ പുതിയ നോട്ടിലസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ ശേഷം മാത്രമേ നോർത്ത് പോളിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് ആഴം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫത്തോമീറ്ററുകൾ,
അതായത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഈ ആഴങ്ങളിലേക്ക് ഈ ഒരു ഫതോമീറ്ററുകൾ പായിക്കും. അത് തിരിച്ചു വരാനെടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്ര ഡിസ്റ്റൻസിലാണ് കടലിൻ്റെ അടിത്തട്ടുള്ളത് എന്ന് നിർണ്ണയിക്കും. അത്തരം സ്പെഷ്യൽ ഫതോമീറ്ററുകൾ ഇതിൻ്റെ 4 വശങ്ങളിലും ഇദ്ദേഹം ഘടിപ്പിച്ചു. അതായത് താഴെ ഈ കടലിൻ്റെ താഴ്ച എത്രത്തോളം ഉണ്ട് എന്നറിയണം. മുകളിൽ ഈ പറയുന്ന ഐസ് പാളികൾ വന്ന് അടിഞ്ഞുകൂടും. അത് എത്ര ദൂരത്താണ് ഉള്ളത് എന്നറിയണം. അതിൻ്റെ ഖനം അറിയണം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫതോമീറ്ററുകൾ മുകളിൽ ഘടിപ്പിച്ചു. അത് മാത്രമല്ല, ഈ ഒരു നോട്ടിലസിൻ്റെ മുമ്പിലും പുറകുവശത്തും വേറെയും സ്പെഷ്യൽ ഫതോമീറ്ററുകൾ ഇദ്ദേഹം ഘടിപ്പിച്ചു. കാരണം ഈ കടലിൻ്റെ അടിയിൽ മലകൾ കണ്ടേക്കാം, ഐസ്ബർഗുകളുടെ ചൂട് ഭാഗങ്ങൾ താഴേക്ക് ഇറങ്ങിക്കിടപ്പുണ്ടാവും. ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലും പുറകിലും ഒക്കെ ഈ പറയുന്ന പ്രത്യേക ഫതോമീറ്ററുകൾ ഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ 4 ചുറ്റിനും ഇദ്ദേഹം ഫതോമീറ്ററുകൾ പ്രത്യേകം ഘടിപ്പിച്ചു. അടുത്തതായിട്ട് വേണ്ടത് പ്രത്യേക ജൈറോ കോമ്പസുകളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് കോമ്പസുകൾ, നമ്മൾ നമ്മുടെ ലാബിലൊക്കെ കണ്ടിട്ടുള്ള മാഗ്നറ്റിക് കോമ്പസുകൾ ഉത്തരധ്രുവത്തിൽ വിലപ്പോകില്ല. 85 ഡിഗ്രി നോർത്ത് എത്തിയ ശേഷം ഈ സാധനം കിടന്ന് വട്ടം കറങ്ങും, അല്ലെങ്കിൽ നിശ്ചലമാകും. അതിൻ്റെ കാരണം ഈ നോർത്ത് പോളിൽ കാന്തിക ബലരേഖകൾ, മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലാണ് ഉള്ളത്. അതുകൊണ്ട് 85 ഡിഗ്രിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ ശരിയായ ദിശ ഇത് കാണിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ജിയോഗ്രഫിക്കൽ നോർത്ത് അല്ല കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് നോർത്താണ് കാണിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് കോമ്പസുകൾ നോക്കിയിട്ട് ഒരാൾക്കും ഈ ജിയോഗ്രഫിക് നോർത്തിൽ എത്താനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ 85 ഡിഗ്രി നോർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുമില്ല. അതും കൂടാതെ ധ്രുവങ്ങളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തിയും കുറവാണ്. ചുരുക്കത്തിൽ ഈ സാധനം കൊണ്ട് അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെയാണ് ഈ ജൈറോ കോമ്പസുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് പകരം ഭൂമിയുടെ കറക്കത്തെ ആശ്രയിച്ചാണ് ജൈറോ കോമ്പസുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അക്കാലത്തുണ്ടായിരുന്ന ജൈറോ കോമ്പസുകളും ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകം നിർമ്മിക്കപ്പെട്ട ജൈറോ കോമ്പസുകളാണ് ഈ ഒരു നോട്ടിലസിലേക്ക് ആൻഡേഴ്സൺ ഘടിപ്പിച്ചത്. ഇനി ഇങ്ങനെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ജൈറോ കോമ്പസുകളും പരാജയപ്പെടുകയാണെങ്കിൽ ഒരു ടോർപിഡോ വെച്ചിട്ട് മുകളിലെ ഐസ് പാളികളൊക്കെ തകർത്തിട്ട് മുകളിലേക്ക് വന്ന ശേഷം ദിശ കണ്ടെത്താം എന്നാണ് അവസാന കൈ എന്ന നിലയിൽ ആൻഡേഴ്സന്റെ മനസ്സിൽ ഉള്ളത്. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം പൂർണ്ണമായിട്ടും മുങ്ങി തന്നെ വേണം ഈ ഉത്തരധ്രുവം ഇവർക്ക് മറികടക്കുവാനായിട്ട്. അടുത്തതായിട്ട് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു ദിശാമാപിനി, നമ്മുടെ GPS സമാനമായിട്ടുള്ള മറ്റൊരു സാധനം, അതാണ് ഘടിപ്പിച്ചത്. നമ്മുടെ മൊബൈലിലൊക്കെയുള്ള ആക്സിലറോമീറ്ററുകൾ പോലെയുള്ള മോഷൻ സെൻസറുകൾ, ജൈറോസ്കോപ്പുകൾ പോലുള്ള റൊട്ടേഷൻ സെൻസറുകൾ, മാഗ്നറ്റോമീറ്ററുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അന്തർവാഹിനിയുടെ പൊസിഷൻ, ഓറിയന്റേഷൻ, വേഗത, സകല ചലനങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് ഈ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റത്തിന് പറ്റുന്നത്. നമുക്കൊരു സ്ഥാനം വലിപ്പമോ ഒക്കെ നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ആവശ്യമാണ്. അതായത് ഒരു സാധനം വലുതാണോ ചെറുതാണോ എന്ന് നമ്മൾ പറയുന്നത് അതിനേക്കാൾ വലുതും ചെറുതുമായിട്ടുള്ള മറ്റൊരു സാധനം അടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ എന്തിനും സ്ഥാനവും ഈ പറയുന്ന രൂപവും ഭാവവും ഒക്കെ നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഫറൻസ് ആവശ്യമാണ്. എന്നാൽ ഈ റെഫറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കാണാൻ കിട്ടാത്ത സ്ഥലങ്ങൾ, കടലിൻ്റെ അടിയിൽ, ബഹിരാകാശം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് ഈ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത്. അന്നത്തെ കാലത്ത് അമേരിക്കയുടെ കൈവശം ഉണ്ടായിരുന്ന നവാഹോ ക്രൂയിസ് മിസൈലുകൾ, അതിൽ ഈ പറയുന്ന INS ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ സാറ്റലൈറ്റുകൾ, റോക്കറ്റുകൾ, ഈ പറയുന്ന ക്രൂയിസ് മിസൈലുകൾ, കടലിൻ്റെ അടിയിലൂടെ പോകുന്ന അന്തർവാഹിനികൾ, ബഹിരാകാശ യാത്രികർ, ഇവർക്കൊക്കെയും ഇത്തരം ഈ INS സമാനമായിട്ടുള്ള നാവിഗേഷണൽ സിസ്റ്റംസ് ആവശ്യമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഈ നോട്ടിലസ് ഉത്തരധ്രുവത്തിലേക്ക് പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. കുറച്ച് ദൂരം ഇത് സർഫസ് ചെയ്ത് തന്നെ പോയി. ആ സമയത്ത് കൃത്യമായിട്ട് ഇതിന്റെ ദിശയും കാര്യങ്ങളൊക്കെ ഇവർ സാധാരണ രീതിയിൽ അളന്നെടുത്ത് കുറിച്ച് വെച്ചു. ഇനി ഈ ഒരു അന്തർവാഹിനി മുങ്ങുകയാണ്. ഇനി ഇതിന് റെഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ സിഗ്നൽ ഒന്നും കിട്ടാനില്ല. ദിശയും വേഗതയും സ്ഥാനവും ഒക്കെ നിർണ്ണയിക്കാനായിട്ട് പ്രയാസമാണ്. ഈ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ചെയ്യുന്നത്, ഈ അന്തർവാഹിനി സർഫസ് ചെയ്ത് കിടന്ന സമയത്ത് ഇതിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡേറ്റ, പൊസിഷൻ, വേഗത, അതെല്ലാം വെച്ചിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ചെയ്യുന്നത്. അതായത് പുറത്തുനിന്ന് സിഗ്നൽ ഒന്നും ഇല്ലെങ്കിലും നേരത്തെ ഉള്ള വിവരം വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് INS പ്രവർത്തിക്കുന്നത്. അങ്ങനെ 1958 ഏപ്രിൽ മാസം 24 തീയതി കാര്യങ്ങളെല്ലാം റെഡിയായി നമ്മുടെ ഈ നോട്ടിലസ് ഇപ്പോൾ കിടക്കുന്ന ന്യൂ ലണ്ടൻ തുറമുഖത്ത് നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓർക്കുക, ഈ ഒരു ഫുൾ യാത്ര കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേ ന്യൂ ലണ്ടൻ തുറമുഖത്ത് തന്നെയാണ് നോട്ടിലസിന് വന്ന് ചേരേണ്ടത്. സത്യത്തിൽ ഈ ഒരു അന്തർവാഹിനിയിൽ ഇപ്പോൾ ആൻഡേഴ്സൺ ഒഴിച്ച് ബാക്കി ആർക്കും ഇതിന്റെ ലക്ഷ്യം, ഈ അന്തർവാഹിനിയുടെ ഈ പ്രാവശ്യത്തെ യാത്രയുടെ ലക്ഷ്യം നോർത്ത് പോൾ ആണ് എന്നുള്ള കാര്യം അറിവില്ലായിരുന്നു. മറ്റാരോടും ഇത് പറഞ്ഞിട്ടില്ല. കാരണം മുമ്പ് ഡാസ്പിറ്റ് പറഞ്ഞതാണ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ്. അന്ന് അർദ്ധരാത്രിയോടെ നോട്ടിലസ് അറ്റ്ലാന്റിക്കിന്റെ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇനി സബ്മർജ് ചെയ്ത് മുങ്ങി വേണം മുന്നോട്ടുള്ള യാത്ര നടത്തുവാനായിട്ട്. കപ്പലിൽ ഡൈവിംഗ് അലാം മുഴങ്ങി. മുകളിലെ ബ്രിഡ്ജ് ക്ലിയർ ചെയ്യുവാനായിട്ട് ഓഫീസർ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ബ്രിഡ്ജിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പേരും ഏണിയിലൂടെ താഴേക്കിറങ്ങി അങ്ങോട്ടേക്കുള്ള ഹാച്ച് ഭദ്രമായിട്ട് അടയ്ക്കുകയും ചെയ്തു.
നോട്ടിലസ് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങുകയാണ്. 100 അടി, 200 അടി, 300 അടി ആഴം അടിക്കടി കൂടിക്കൂടി വന്നു. അവസാനം നോട്ടിലസ് അതിന്റെ ക്രൂയിസിംഗ് ഡെപ്തിൽ എത്തിച്ചേർന്നു. സാധാരണ യാത്രയിൽ ഒരു അന്തർവാഹിനി സഞ്ചരിക്കുന്ന ആഴമാണ് ക്രൂയിസിംഗ് ഡെപ്ത്. എന്നാൽ ആ അന്തർവാഹിനിക്ക് പോകുവാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ആഴം, മാക്സിമം ഓപ്പറേറ്റിംഗ് ഡെപ്ത്, ഇതിലും കൂടുതലായിരിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് ഒരു അന്തർവാഹിനി ഈ ക്രൂയിസിംഗ് ഡെപ്തിൽ നിന്നും ഈ മാക്സിമം ഓപ്പറേറ്റിംഗ് ഡെപ്തിലേക്ക് താഴുകയുള്ളൂ. നമ്മുടെ ഈ ഒരു നോട്ടിലസിന്റെ ക്രൂയിസിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് 400-500 അടിയാണ്. 700 അടിയാണ് ഇതിന്റെ മാക്സിമം ഓപ്പറേഷണൽ ഡെപ്ത്. അങ്ങനെ ന്യൂ ലണ്ടൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ഈ നോട്ടിലസ് അറ്റ്ലാന്റിക്കിൽ ഇപ്പോൾ ആഴമേറിയ ഭാഗങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒരു 30-40 km/h, അതാണ് ഇതിന്റെ മാക്സിമം വേഗത. ആ വേഗതയിൽ ഇത് തെക്കോട്ടേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നീണ്ട 6 ദിവസങ്ങൾ അറ്റ്ലാന്റിക്കിന്റെ അടിയിലൂടെ സഞ്ചരിച്ച ഈ നോട്ടിലസ് പിന്നീട് പൊങ്ങുന്നത് പനാമ കനാലിന്റെ ആ ഒരു ഭാഗത്താണ്. പനാമ കനാല് ഇങ്ങനെ സർഫസ് ചെയ്ത് വേണം, അല്ലെങ്കിൽ ഒരു ഈ പെരിസ്കോപ്പിക് ഡെപ്തിൽ വേണം ഇവർക്ക് മറികടക്കുവാൻ വേണ്ടിയിട്ട്. ഓർക്കുക, ഈ കടലിന്റെ അടിയിലൂടെ തന്നെ യാത്ര ചെയ്താൽ വേറൊരു ഗുണമുണ്ട്. അതായത് മുകളിൽ കാറ്റോ കൊടുങ്കാറ്റോ തിരമാലകളോ എന്ത് വന്നാലും ഈ അടിയിൽ ഇതൊന്നും ബാധിക്കില്ല. ഇതൊന്നും അറിയാതെ തന്നെ ഇവർക്ക് അതിനെയെല്ലാം മറികടന്ന് യാത്ര ചെയ്യാനായിട്ട് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്താണെങ്കിലും നമ്മുടെ നോട്ടിലസിൽ ഇപ്പോഴുള്ളത് 116 നാവികരാണ്. അങ്ങനെ പനാമ കനാല് ഇവർ മറികടന്ന ശേഷം നോട്ടിലസ് വീണ്ടും പസഫിക്കിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. ഇതിനുശേഷം അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖമായിട്ടുള്ള സാൻ ഡിയാഗോ, ആ ഒരു തുറമുഖത്തിന്റെ പരിസരങ്ങളിൽ എത്തിയ ശേഷമാണ് ഇവർ വീണ്ടും സർഫസ് ചെയ്തത്. അവിടെ അമേരിക്കൻ നേവിയിലെ ചില പടക്കപ്പലുകൾ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിൽ ഇവർ പങ്കെടുത്തു. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം, നോട്ടിലസ് അതിന്റെ റൊട്ടീൻ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ദൗത്യമൊന്നും നോട്ടിലസിന് ഇല്ല എന്ന് ആളുകളെയും ചാരന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാവിക അഭ്യാസ പ്രകടനത്തിൽ സാന്റിയാഗോയിൽ ഇവർ പങ്കെടുത്തത്. അങ്ങനെ ഈ നാവിക അഭ്യാസത്തിന് ശേഷം ഇവർ വീണ്ടും അമേരിക്കയുടെ പടിഞ്ഞാറേ തീരം വഴി വടക്കോട്ടേക്ക് ഇവർ സഞ്ചരിച്ചിട്ട് ജൂൺ 2-ന് ഇവർ അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖ നഗരമായിട്ടുള്ള സിയാറ്റിൽ, ആ ഒരു സ്ഥലത്ത്, ഈ കാനഡിയൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു തുറമുഖമാണ്, അവിടെയാണ് ഇവർ എത്തിച്ചേർന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ഈ കമാൻഡർ ആൻഡേഴ്സൺ നോട്ടിലസിൽ നിന്ന് ഇറങ്ങി കരയിലേക്ക് ചെന്നു. അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ലിയോൺ എന്ന് പറഞ്ഞ പേരുള്ള ഒരു സയന്റിസ്റ്റ്, ഡോക്ടർ വാൾഡോ ലിയോൺ, ഇദ്ദേഹവുമായിട്ട് ഇദ്ദേഹം ഒരു ചെറു വിമാനത്തിൽ അലാസ്കയിലേക്ക് തിരിച്ചു. നമ്മൾ ഓർക്കും, എന്തിനാണ് ഈ പണി ഇപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത്? ഓർക്കുക, നോട്ടിലസിന് പോകേണ്ട വഴിയിലൂടെ തന്നെയാണ് ഇവർ ഈ ചെറിയ വിമാനത്തിൽ, ഒരു ബുഷ് പ്ലെയിനാണ്. ബുഷ് പ്ലെയിൻ 2-3 പേർക്ക് മാത്രം കയറാവുന്ന ചെറിയൊരു വിമാനമാണ്. അലാസ്കയിലും കാനഡയിലും ഒക്കെ വ്യാപകമായിട്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിനാണിത്. ഇതിൻ്റെ പ്രത്യേകത, കടലിൽ ഇറക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഐസ് പാളികളുടെ മുകളിൽ ഇതിന് ഇറക്കാനായിട്ട് പറ്റും. ഇതിന് പൊങ്ങാനും താഴാനും ഒക്കെ ചെറിയൊരു സ്പേസ് മതി. അതുകൊണ്ടാണ് ഈ ബുഷ് പ്ലെയിൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആൻഡേഴ്സണും ഈ ഡോക്ടർ ലിയോണും കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു ബുഷ് പ്ലെയിൻ എടുത്തുകൊണ്ട് അലാസ്കൻ ഭാഗങ്ങളിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇതേ വഴി തന്നെയാണ് നോട്ടിലസുമായിട്ട് ഇദ്ദേഹത്തിന് പോകേണ്ടത്. അവിടെയുള്ള വെതർ കണ്ടീഷൻസ്, ഇതിന്റെ മുകളിൽ എത്രത്തോളം ഐസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. ഇതൊരു രഹസ്യ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബുഷ് പ്ലെയിന് ഒരു സ്വകാര്യ വിമാനത്തിലാണ് ഇവർ പോയത്. ഔദ്യോഗികമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ആളുകൾ മനസ്സിലാക്കും. ഇവർ രണ്ടുപേരും സയന്റിസ്റ്റുകളാണ്, അലാസ്ക പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്ലെയിനിൽ കയറിയിട്ട് അലാസ്കയിലേക്ക് പോകുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ബെറിങ് കടലിടുക്ക്, അതുവഴിയാണ് നോട്ടിലസിന് പോകേണ്ടത്. അതിന്റെ മുകളിൽ കൂടെ തന്നെയാണ് ഇവർ ഈ ബുഷ് പ്ലെയിനിൽ വടക്കോട്ടേക്ക് അലാസ്കയിലേക്ക് ഇവർ പോകുന്നത്. പക്ഷേ ഇവർക്ക് പോകുന്ന വഴിയിൽ ഇവർ കൂടുതൽ ദൂരം എക്സ്ട്രാ ഇവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു. ഇതിന്റെ ഫ്യൂവൽ തീർന്നു പോയിട്ട് ഒരു എസ്കിമോ ഗ്രാമത്തിൽ ഇവർക്ക് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അക്കാലങ്ങളിൽ വടക്കൻ അലാസ്കയിലെ എസ്കിമോ ഗ്രാമങ്ങളിൽ ബുഷ് പ്ലെയിനിന് വേണ്ടിയിട്ടുള്ള ഇന്ധനം ഇവർ വലിയ വലിയ സ്റ്റോറേജ് ടാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. കാരണം ഇത്തരം പ്ലെയിനുകൾ ഇതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ധനം തീർന്നോ ഇവിടെ ലാൻഡ് ചെയ്യുന്ന പരിപാടി ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇവരുടെ ഭാഗ്യത്തിന് ഈ എസ്കിമോ വില്ലേജിൽ ഇവരുടെ ഈ ബുഷ് പ്ലെയിന് വേണ്ടിയിട്ടുള്ള ഏവിയേഷൻ ഗ്യാസലിൻ ഇവരുടെ ഈ സ്റ്റോറേജ് ടാങ്കിൽ ഉണ്ടായിരുന്നു. അത് റീഫിൽ ചെയ്ത ശേഷം 2 വശങ്ങളിലും 6-12 എസ്കിമോകൾ ഇതിന്റെ ചിറകുകൾ പിടിച്ച് തള്ളിയ ശേഷമാണ് ഇതിനെ അവിടെ നിന്ന് പൊക്കി ഉയർത്തിയിട്ട് ഇവർക്ക് വീണ്ടും യാത്ര തുടരാനായിട്ട് സാധിച്ചത്. ഇതിനുശേഷം അവര് ഈ അമേരിക്കയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ ജനവാസ കേന്ദ്രമായിട്ടുള്ള പോയിന്റ് ബാരോ, നമ്മൾ പല വീഡിയോകളിലും ഈ പോയിന്റ് ബാരോ കണ്ടിട്ടുള്ളതാണ്. ഈ പോയിന്റ് ബാരോ വരെയും ഇവർ എത്തിച്ചേർന്നു. അവിടെയും ഈ വെതർ കണ്ടീഷൻസ്, ഐസിന്റെ ഘടനയൊക്കെ ഇവർ പഠിച്ച ശേഷം ഇവർ അടുത്ത ദിവസം തിരികെ ഇവർ സിയാറ്റിൽ തുറമുഖത്തേക്ക് തിരികെ വരികയും ചെയ്തു. ഇങ്ങനെ ഒരു ചെറിയ ബുഷ് പ്ലെയിനും എടുത്തുകൊണ്ട് ഈ ഒരു ബെറിങ് കടലിടുക്കിന്റെ ഇടയിലൂടെ ഇവർ ഈ പോയിന്റ് ബാരോ വരെയും ചെന്നെത്തി നോക്കിയ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്, ഈ ആൻഡേഴ്സിന് തോന്നിയത്, ഓക്കെ, കുഴപ്പമില്ല, വെതർ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഐസ് പാളികൾ കിടപ്പുണ്ട്, എങ്കിലും ഈ നോട്ടിലസുമായിട്ട് ഈ റൂട്ടിൽ കൂടെ എനിക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ആൻഡേഴ്സിന് തോന്നിയത്. അങ്ങനെ സിയാറ്റിൽ തുറമുഖത്ത് നിന്ന് നമ്മുടെ ഈ നോട്ടിലസിന്റെ ഐതിഹാസികമായിട്ടുള്ള ആ യാത്ര ആരംഭിക്കുകയാണ്. 1958 ജൂൺ മാസം 9-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ നോട്ടിലസ് ഈ സിയാറ്റിൽ തുറമുഖത്ത് നിന്ന് പതുക്കെ സാവധാനം അവിടെ നിന്ന്
പെസഫിലേക്ക് കടക്കാനായിട്ട് ആ ഒരു യാത്ര ആരംഭിച്ചത്. സാധാരണ അന്തർവാഹിനികൾ പോകാത്ത റൂട്ടിലൂടെ വേണം ഇനി ഈ നോട്ട്ലെസ്സിന് പോകാനായിട്ട്. റൂട്ട് മാറ്റുമ്പോഴേക്കും ഇനി ഈ നാവികർക്ക് കാര്യം മനസ്സിലാവും. അതുമാത്രവുമല്ല, ഇപ്പോൾ ഈ അന്തർവാഹിനി ഉള്ളത്, ഈ സിയാറ്റിൽ തുറമുഖം ഉള്ളത് പുജറ്റ് സൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു കടലിടുക്കിനകത്താണ്. ഇതുവഴി സർഫസ് ചെയ്ത് കുറെ ദൂരം പോയിട്ട് പുറം കടലിൽ എത്തിയ ശേഷം മാത്രമാണ് നമ്മുടെ ഈ നോട്ട്ലെസ്സിന് ഇനി താഴേക്ക് മുങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പുജറ്റ് സൗണ്ടിലൂടെ പോകുന്ന സമയത്ത്, അർദ്ധരാത്രിയാണ്, ആ ഒരു സമയത്ത് നമ്മുടെ ആൻഡേഴ്സൺ ഇതിന്റെ ആ സെയിലില്, ടോപ്പ് സെയിലില്, അപ്പർ ഡെക്കിൽ വർക്ക് ചെയ്യുന്ന 2-3 ആളുകളുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ പുജറ്റ് സൗണ്ട് മറികടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ നോട്ട്ലെസ്സിന്റെ മുകളിൽ നോട്ട്ലെസ്സിന്റെ കോഡ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അത് പെയിന്റ് അടിച്ച് മായ്ച്ചു കളയണം. അമേരിക്കൻ അന്തർവാഹിനികൾക്ക് അതിന്റെ രൂപകൽപ്പന, അതിന്റെ മോഡൽ, ഇതൊക്കെ അനുസരിച്ചിട്ട് പല മോഡൽ നെയിമുകൾ, നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഈ നോട്ട്ലെസ്സിന്റെ നമ്പർ SSN 571 എന്നാണ്. ഇതിന്റെ പുറത്തെ ഹാളിൽ വലിയ രീതിയിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള യാത്ര രഹസ്യമാണ്. അതുകൊണ്ട് ഇനി ആരും തിരിച്ചറിയാൻ പാടില്ല. ഈ അന്തർവാഹിനി കണ്ടു കഴിഞ്ഞാൽ അത് അമേരിക്കൻ അന്തർവാഹിനിയാണ് എന്ന് റഷ്യക്കാർ മനസ്സിലാക്കിക്കോട്ടെ. പക്ഷേ ഇത് ആറ്റമിക് അന്തർവാഹിനിയായിട്ടുള്ള നോട്ട്ലെസ് ആണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടില്ല. ഈ നോട്ട്ലെസ്സിനെ നോർത്ത് പോളിന്റെ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ ദൗത്യവുമായിട്ടാണ് ഇത് പോകുന്നത് എന്ന് സോവിയറ്റ് യൂണിയന് മനസ്സിലാവും. അത് മനസ്സിലാക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന കോഡ് നെയിം SSN 571 എന്നുള്ളത് ആ ഭാഗം പെയിന്റ് അടിച്ച് മറച്ചു കളയാനായിട്ട് ഇദ്ദേഹം ഈ ടോപ്പ് സെയിലിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞത്. ഓർക്കുക, ഇപ്പോഴും ഇതിനകത്തെ നാവികരുടെ വിചാരം ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ഈ പനാമ കനാലിലേക്കാണ്, തെക്കോട്ടേക്കാണ് പോകുന്നത് എന്നാണ്. കാരണം ഇതുവരെയും ഈ പുജറ്റ് സൗണ്ട് മറികടന്നിട്ട് ഇത് പെസഫിക്കിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ആൻഡേഴ്സൺ ഈ 571 കോഡ് മായ്ച്ചു കളയാൻ പറഞ്ഞതോടെ നാവികർക്ക് ഒരു കാര്യം മനസ്സിലായി, രഹസ്യമായിട്ടുള്ള ഏതൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് മുമ്പോട്ടേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് ആൻഡേഴ്സൺ കൺട്രോൾ റൂമിൽ എത്തിയിട്ട് ഇതിന്റെ അനൗൺസ്മെന്റ് മൈക്കെടുത്ത് കയ്യിൽ പിടിച്ചു. ആളുകളോട് ഇത് പറയാൻ പോവുകയാണ്. കാരണം ഇനി മറ്റൊരു തുറമുഖത്ത് ഇത് അടുപ്പിക്കുന്നില്ല. നോർത്ത് പോൾ കഴിഞ്ഞ ഈ ഒരു ദൗത്യം പൂർത്തിയാകുന്നത് വരെയും ഈ നാവികർ ഇനി പുറത്തു പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ രഹസ്യം ഇനി ഇവരോട് പറയാം. അത് അല്ലെങ്കിൽ തന്നെയും ഈ പെയിന്റ് അടിച്ച് മറച്ചു കളഞ്ഞു, ഇനി ദിശ മാറ്റാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇവർക്ക് കാര്യം മനസ്സിലാവും. ഈ അന്തർവാഹിനിക്കുള്ളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇവരോട് ഇനി ഇദ്ദേഹം മൈക്രോഫോണിലൂടെ ഈ കാര്യം പറയാനായിട്ട് പോവുകയാണ്. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു കാര്യം മൈക്രോഫോണിലൂടെ ഇവരോട്, ഈ സഹനാവികരോട് പറഞ്ഞത്. മൈക്കെടുത്തിട്ട് ഇദ്ദേഹം അനൗൺസ് ചെയ്തു, കൂട്ടുകാരെ, നമ്മൾ ഇംഗ്ലണ്ടിലെ പോർട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ അത് നോർത്ത് പോൾ വഴിയാണ് എന്ന് മാത്രം. ഇത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് അവിടെ ആകെ നിശബ്ദതയായിരുന്നു. അതിനുശേഷം വലിയ ഉച്ചത്തിലുള്ള ആഘോഷങ്ങളും ഒച്ചവെപ്പും കരഘോഷവും അവിടെ മുഴങ്ങി. കാരണം ഈ നാവികർക്ക് അത് കാര്യമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. സാഹസികത ഇഷ്ടപ്പെടുന്ന ധൈര്യമുള്ള നാവികരാണ്, എന്തിനും മൂന്ന നാവികരാണ് 116 എണ്ണം ഇതിനകത്തുള്ളത്. ഓർക്കുക, ലോകത്തിലെ ആദ്യത്തെ ആറ്റമിക് അന്തർവാഹിനിക്കകത്താണ് ഇവരിയ്ക്കുന്നത്. ആദ്യത്തെ ആറ്റമിക് അന്തർവാഹിനിയാണ്. ഇതിനകത്ത് ഈ ആറ്റമിക് റിയാക്ടർ പൊട്ടിത്തെറിക്കുകയോ ഇതിനകത്ത് വികിരണങ്ങൾ ഉണ്ടാവുകയോ റേഡിയേഷൻസ് ഉണ്ടാവുകയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിലവിലുള്ള ഒരു കാലഘട്ടത്ത് അതിനകത്ത് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു 116 പേരോടാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ പോർട്ട്ലൻഡിലേക്കാണ് പോകുന്നത്, അത് ഉത്തരധ്രുവം വഴിയാണ് എന്ന് ഇദ്ദേഹം പറയുന്നത്. അവർക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. അവര് അത്യുച്ചത്തിൽ കൈയടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു. ചിലർ കൈയടിച്ചു, മറ്റു ചിലർ സന്തോഷം കൊണ്ട് അട്ടഹസിച്ചു, വേറെ ചിലർ ഡെസ്കിലടിച്ച് അവരുടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു, മറ്റു ചിലര് തമാശകളൊക്കെ പറയാനായിട്ട് തുടങ്ങി. താൻ കുറച്ച് പനാമൻ നാണയം കയ്യിൽ വെച്ചത് വെറുതെ ആയല്ലോ, അവിടുത്തെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, ഇനി എന്ത് ചെയ്യും എന്ന് സ്റ്റുവാർഡ് വാട്ടർ ഹാർവി ഉറക്കെ പറഞ്ഞത് ആളുകൾക്കിടയിൽ ചിരി ഉണർത്തി. അപ്പോഴേക്കും മറ്റൊരാള്, സാരമില്ല, എന്റെ കൈവശം ബ്രിട്ടീഷ് പൗണ്ട് ഇരിപ്പുണ്ട്, ഞാൻ പോർട്ട്ലൻഡിൽ ചെല്ലുമ്പോഴേക്കും നിനക്ക് തരാം എന്ന് പറഞ്ഞത് അത് മറ്റൊരു എഞ്ചിൻമാനാണ്, റോബർട്ട് സിമോണി എന്ന് പറഞ്ഞ ഒരാളാണ് ഉറക്കെ പറഞ്ഞത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഈ 2 തമാശകളും കേട്ടിട്ട് വളരെ ഉറക്കത്തില് അത്യുച്ചത്തില് ചിരിച്ചു എന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തിലെ ആദ്യത്തെ ആറ്റമിക് അന്തർവാഹിനിക്കകത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നോർത്ത് പോൾ അല്ല, സൗത്ത് പോൾ അല്ല, എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഒരേ മനോഭാവമാണ് ഉള്ളത്. അങ്ങനെ പുജറ്റ് സൗണ്ട് കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് ആഴക്കടലിലേക്ക്, പസഫിക്കിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഈ നോട്ട്ലെസ് ആഴങ്ങളിലേക്ക് താന്നു. എന്നിട്ട് കടലിന്റെ അടിയിലൂടെ തന്നെയാണ് ഇത് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. പക്ഷെ കുറച്ചുകൂടി വടക്കോട്ട് മാറിയിട്ട് അലൂഷ്യൻ ദ്വീപുകളുടെ സമീപത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നോട്ട്ലെസ് പെരിസ്കോപ്പിക് ഡെപ്തിലേക്ക് ഉയർന്നു വന്നു. കാരണം ഇവർക്ക് സ്ഥാനം നിർണ്ണയിക്കണം. മുമ്പ് പറഞ്ഞതാണ് INS സിസ്റ്റം ഒക്കെ ഉണ്ട്, എങ്കിലും അവസാനം നിർണ്ണയിച്ച ആ ഒരു ഡേറ്റ വെച്ചിട്ടാണ് INS സിസ്റ്റം പിന്നീടുള്ള ഡേറ്റകൾ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഉത്തരധ്രുവം അടുക്കുന്നത് വരെയും കനത്ത മഞ്ഞുപാളികൾ വരുന്നത് വരെയും അവസാന നിമിഷം വരെയും ശരിക്കുള്ള സ്ഥാനനിർണ്ണയം നടത്തി വേണം ഇവർക്ക് മുന്നോട്ടേക്ക് പോകുവാനായിട്ട്. നമ്മൾ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ വടക്ക് ഭാഗത്ത്, പസഫിക്കിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നമ്മൾ കഴുത്തിൽ മാലയിട്ടിരിക്കുന്ന പോലെ റാ ആകൃതിയിൽ കുറച്ച് ദ്വീപുകൾ കിടപ്പുണ്ട്. 69 ദ്വീപുകളുടെ കൂട്ടമാണ്. അതാണ് അലൂഷ്യൻ ദ്വീപുകൾ. അമേരിക്കയിലെ അലാസ്കയിൽ നിന്നും റഷ്യയിലെ സൈബീരിയയിലേക്ക് ഏതാണ്ട് മാല പോലെ 1900 കിലോമീറ്ററുകൾ നീളത്തിലാണ് അലൂഷ്യൻ ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് സമൂഹം കിടക്കുന്നത്. 52 ഡിഗ്രി 52 ഡിഗ്രി നോർത്തിലാണ് അലൂഷ്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് പോകേണ്ടത് 90 ഡിഗ്രി നോർത്തിലേക്കാണ്.
എന്താണെങ്കിലും അത് മറികടന്നിട്ട് ഇവർ മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സർഫസ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ ചിന്തിക്കും രഹസ്യ ദൗത്യമല്ലേ എന്ന്. പക്ഷേ ഓർക്കുക, ഈ സ്ഥലങ്ങളൊക്കെ ഇന്നും അന്നും ഒക്കെ അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇവരുടെ സ്വന്തം രാജ്യത്തിന്റെ കയ്യിലുള്ള സ്ഥലങ്ങളിലായതുകൊണ്ടാണ് ഇവർ ധൈര്യപൂർവ്വം സർഫസ് ചെയ്യുന്നതും ഈ സ്ഥാനനിർണ്ണയമൊക്കെ നടത്തി മുന്നോട്ടേക്ക് പോകുന്നത്. അടുത്തതായിട്ട് ഇവർ കടന്നുപോയത് പ്രിബിൽ ഓഫ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ദ്വീപുകളുടെ ഇടയിലൂടെയാണ്. ഇതെല്ലാം പെരിസ്കോപ്പിക് ഡെപ്തിൽ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് കടൽ പക്ഷികളുടെയും 1000-കണക്കിന് സീലുകളുടെയും വിഹാര കേന്ദ്രമാണ് ഈ പറയുന്ന പ്രിബിൽ ഓഫ് ഐലൻഡ്സ്. വീണ്ടും വടക്കോട്ടേക്ക് നീങ്ങിയതോടെ ഇപ്പോഴവരുള്ളത് ബെറിംഗ് കടലിടുക്കിലാണ് ഉള്ളത്. അതായത് ഈ ബെറിംഗ് സ്ട്രേറ്റിൽ അതിന്റെ ഒരു വശത്ത് റഷ്യയുടെ സൈബീരിയയും മറുവശത്ത് അലാസ്കയുമാണ്, അമേരിക്കയുടെ അലാസ്കയുമാണ് ഉള്ളത്. അതിന്റെ ഇടയിലുള്ള വിടവാണ് ഈ ബെറിംഗ് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള സെന്റ് ലോറൻസ് എന്നറിയപ്പെടുന്ന ദ്വീപിന്റെ സമീപമാണ് ഇവരിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ദ്വീപിന്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഈ ദ്വീപിന്റെ ഇടത്തുവശത്തു കൂടി പടിഞ്ഞാറേ ഭാഗത്തു കൂടിയാണ് നമ്മുടെ ഈ നോട്ടിലസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഐസ് ഏജ് ഹിമയുഗത്തിന്റെ സമയത്തൊക്കെ ഈ കടലിലെ ജലനിരപ്പ് വളരെയധികം താഴ്ന്നാണ് കിടന്നിരുന്നത്. ആ സമയത്തൊക്കെ ഈ കടലിലെ വെള്ളം ഭൂരിഭാഗവും ഐസായിട്ട് പല സ്ഥലങ്ങളിലെ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ കിടക്കുന്ന സമയത്ത് ഇവിടെ ഇവർ കടന്നു പോകുന്ന ബെറിംഗ് കടലിടുക്ക് ഒരു കരയായിരുന്നു, ഒരു ലാൻഡ് ബ്രിഡ്ജ് ആയിരുന്നു. ഈ ലാൻഡ് ബ്രിഡ്ജ് വഴിയാണ് ഈ ഏഷ്യയിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഏഷ്യയിലേക്കും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയത്. എന്നാൽ പിന്നീട് ഐസ് ഏജ് മാറി ഐസുകളൊക്കെ ഉരുകി വെള്ളം വീണ്ടും ഉയർന്നു വന്നതോടെയാണ് ഇപ്പോൾ ഇവർ കടന്നു പോകുന്ന ഈ ബെറിംഗ് കടലിടുക്ക് ഉണ്ടായത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ബെറിംഗ് കടലിടുക്ക് ആ ഒരു ഭാഗത്ത് ആഴം തീരെ കുറവാണ്. അന്നത്തെ ലാൻഡ് ബ്രിഡ്ജ് ഇതിന്റെ അടിയിലുണ്ട്. പക്ഷെ അതിൽ ഉയരം കൂടിയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഇതിന്റെ മുകളിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവർ കടന്നുപോയ 2 ദ്വീപുകൾ, ആദ്യം കടന്നുപോയ പ്രിബിൽ ഓഫ് ഐലൻഡ്സ്, പിന്നീട് ഇപ്പോൾ ഇവർ കടന്നുപോയ സെന്റ് ലോറൻസ് ഐലൻഡ്, ഇത് രണ്ടും പഴയ ആ ബെറിംഗ് ലാൻഡ് ബ്രിഡ്ജിന്റെ ഭാഗങ്ങളാണ്. അതിന്റെ ബാക്കി കടലിന്റെ അടിയിൽ ഉണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, ഈ സെന്റ് ലോറൻസ് ദ്വീപിന്റെ ഇടത്തുവശത്തൂടെ പടിഞ്ഞാറേ ഭാഗത്തുകൂടിയാണ് ഇവരിപ്പോൾ മുന്നോട്ട് വടക്കോട്ടേക്ക് ബെറിംഗ് സ്ട്രേറ്റ് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അലാസ്കയുടെ വടക്ക് ഭാഗത്തേക്ക് ആ ലക്ഷ്യം വെച്ചിട്ട് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ പെരിസ്കോപ്പിക് ഡെപ്തിൽ ഇതിന്റെ മുകളിൽ നിന്ന് സെയിലിൽ നിന്ന് നോക്കിയപ്പോഴേക്കും അങ്ങകലെ ഇടതുവശത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് സൈബീരിയൻ ഭാഗങ്ങൾ അവ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ സെന്റ് ലോറൻസ് ദ്വീപ് കടന്ന് മുന്നോട്ട് പോയതോടെ ഇവരിപ്പോൾ ശരിക്കും ഈ ബെറിംഗ് കടലിടുക്ക് ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് ഈ ടോപ്പ് സെയിലിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയ ആളുകൾക്ക് അങ്ങകലെ വെട്ടിത്തിളങ്ങുന്ന എന്തോ ഒരു സാധനം കാണാനായിട്ട് സാധിച്ചു. ഇത് നോർത്ത് പോളിന്റെ അരികിൽ ആർട്ടിക് സർക്കിളിൽ വസിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനെ ഐസ് ബ്ലിങ്ക് എന്നാണ് വിളിക്കുന്നത്. അങ്ങകലെ വടക്ക് എവിടെയോ ഈ കടലിന്റെ മുകളിൽ കിടക്കുന്ന ഐസ് പാളികൾ, അതിന്റെ മുകളിൽ സൂര്യപ്രകാശം വന്ന് തട്ടി തെറിച്ച് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ, അതാണ് ഇവർക്ക് അങ്ങകലെ വെള്ളി പോലെ ആയിട്ട് ഇങ്ങനെ ഒരു രേഖയായിട്ട് ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് ഐസ് ബ്ലിങ്ക് എന്ന് വിളിക്കുന്നത്. ഇവിടങ്ങളിൽ താമസിക്കുന്ന എസ്കിമോകൾക്ക്, അവിടെ താമസിക്കുന്ന മറ്റു ആളുകൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ് വടക്ക്, അവിടെയാണ് നോർത്ത് പോൾ ഉള്ളത് എന്നാണ്. ഒരു കാലത്ത് ഇതുവഴി പല ആളുകൾ നോർത്ത് പോളിലേക്ക് പോകാനായിട്ട് വന്നിരുന്ന ആളുകൾക്ക് ദിശകാട്ടിയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ഐസ് ബ്ലിങ്ക് എന്ന് പറയുന്ന ഈ പ്രതിഭാസം. അതേ പ്രതിഭാസം ഇവരും ഇതിന്റെ ടോപ്പ് സൈഡിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ പെരിസ്കോപ്പിക് ഡെപ്തിൽ അല്ലെങ്കിൽ ഇതിന്റെ സർഫസ് ചെയ്തുകൊണ്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലെ ആ ഒരു കണ്ണിംഗ് ടവർ എന്ന് പറയുന്ന അവിടെ നിന്നുകൊണ്ട് ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഐസ് ബ്ലിങ്ക്. ഇതിൽ നിന്ന് ആൻഡേഴ്സൺ ഒരു കാര്യം മനസ്സിലായി. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും നോർത്ത് പോളിന്റെ ശരിയായിട്ടുള്ള സ്വഭാവങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും. വിശാലമായിട്ടുള്ള ഐസ് ശേഖരങ്ങൾ, ഐസ് ബർഗുകൾ, ഐസ് പാളികൾ, ഇതെല്ലാം ഇവരുടെ മുന്നിലേക്ക് ഇനി വരാൻ പോകുകയാണ്. ആൻഡേഴ്സന്റെ ഊഹം ശരിയായിരുന്നു. ഐസ് ബ്ലിങ്ക് കണ്ടിട്ട് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം കടലിൽ അങ്ങിങ്ങായിട്ട് ഐസ് പാളികൾ കണ്ടു തുടങ്ങി. അതൊക്കെ പക്ഷേ വലിയ ഐസ് പാളികളൊന്നും ആയിരുന്നില്ല, വലിയ ഘനമുള്ള ഐസ് പാളികളൊന്നും ആയിരുന്നില്ല. ചിന്നിച്ചിതറി കിടക്കുന്ന ചില കഷ്ണങ്ങൾ ഈ സർഫസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് തുടങ്ങി. എന്നാൽ മുന്നോട്ട് പോകും തോറും ഈ ഐസ് പാളികളുടെ എണ്ണവും ഘനവും വീതിയും ഒക്കെ കൂടി വന്നു. ഇനിയും ഇതേ രീതിയിൽ പെരിസ്കോപ്പിക് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ പെരിസ്കോപ്പുകൾ ടോപ്പ് സെയിൽ ഈ കാണുന്ന ഐസ് ഷീറ്റുകളിലും പാളികളിലും ഒക്കെ ചെന്ന് മുട്ടും. ഈ പെരിസ്കോപ്പുകൾ കേടായി പോവുകയും ചെയ്യും. ഇനിയും ഈ പെരിസ്കോപ്പിക് ഡെപ്തിൽ അല്ലെങ്കിൽ സർഫസ് ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ആഴങ്ങളിലേക്ക് മുങ്ങിയേ പറ്റൂ. അങ്ങനെ ആൻഡേഴ്സൺ നോട്ടിലസിനെ ഒരു 100 അടി താഴേക്ക് താഴ്ത്തി. അതിൽ കൂടുതൽ താഴ്ക്കാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഒരു കാലത്ത് കരയായിട്ടുണ്ടായിരുന്ന സ്ഥലത്തുകൂടിയാണ് ഇവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ബെറിംഗ് കടലിലേക്ക്, അവിടുത്തെ ബെറിംഗ് കടല്, അതിന് മുകളിലുള്ള ചില ഭാഗങ്ങൾ, അവിടെയൊന്നും ആഴം ഇപ്പോഴും ഇല്ല. ഇവരിപ്പോഴും നോട്ടിലസിനെ 100 അടി ജലപ്പരപ്പിൽ നിന്ന് താഴേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നോട്ടിലസ് കിടക്കുന്ന ആ ഒരു സ്ഥലത്തു നിന്നും വെറും 40 അടി ദൂരം മാത്രമേ കടലിന്റെ തട്ടിലേക്കുള്ളൂ.
അതായത് കൂടുതൽ ദൂരം ഇനി താക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കില്ല. ഇതേ സമയത്ത് നോട്ടിലസിന്റെ മുകളിലൂടെ ഐസ് ഷീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലതിന് വലിയ ഖനമുള്ളതാണ്, ചിലത് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഫതോമീറ്ററുകൾ ബീപ് 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 ശബ്ദങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 8 അടി ഖനമുള്ള വലിയൊരു ഐസ് പാളിയുടെ അടിയിലൂടെയാണ് ഈ നോട്ടിലസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം റീഡിങ്ങുകളൊക്കെ ഇവർക്ക് ഈ ഫതോമീറ്ററുകൾ, ബാക്കിയുള്ള സോണാറുകൾ, ഇതിന്റെ എല്ലാം റീഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ഇടവിട്ടാണ് ഈ ഫതോമീറ്ററുകളുടെ ബീപ്പ് ബീപ്പ് ശബ്ദങ്ങൾ ഇവർ കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഇടയ്ക്കിടെ തുറന്ന സ്ഥലങ്ങൾ ഈ ഐസ് പാളികൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരമായിട്ട് ബീപ്പ് സൗണ്ടുകൾ വരാൻ തുടങ്ങി. അതിന്റെ കാരണം ഈ പറയുന്ന മുകളിലെ ഐസ് പാളികൾക്കിടയിലുള്ള വിടവുകൾ ഇപ്പോഴില്ല. തുടർച്ചയായിട്ട് കിലോമീറ്ററുകൾ നീളത്തിൽ കിടക്കുന്ന വമ്പൻ ഐസ് പാളികളുടെ അടിയിലൂടെയാണ് ഈ നോട്ടിലസ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തുടർച്ചയായിട്ട് 50 കിലോമീറ്ററുകൾ സഞ്ചരിച്ച ശേഷമാണ് ഐസ് പാളികൾക്കിടയിൽ ഒരു വിടവ് ഇവർക്ക് കാണാനായിട്ട് സാധിച്ചത്. ആൻഡേഴ്സണും സംഘവും സദാസമയവും ഈ മാപ്പിനികൾ, മീറ്ററുകൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് സദാസമയവും ജാഗരൂകരായിട്ട് ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഫതോമീറ്ററിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചത് ഇവരുടെ മുകളിലുള്ള ഐസ് ഷീറ്റിന്റെ ഖനം എന്ന് പറയുന്നത് 11 മീറ്ററാണ്. ഇപ്പോൾ നോട്ടിലസിന്റെ ടോപ്പ് സൈല്, അതിന്റെ ഏറ്റവും മുകളിലത്തെ ആ തള്ളി നിൽക്കുന്ന ഭാഗവും ഈ പറയുന്ന ഹിമാനിയുടെ ആ ഐസ് ഷീറ്റിന്റെ ഏറ്റവും താഴത്തെ തട്ടും തമ്മിൽ വെറും 15 അടി വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ആൻഡേഴ്സിന് ഒരു കാര്യം മനസ്സിലായി, ഈ രീതിയിൽ യാത്ര തുടർന്നാൽ കുഴപ്പമാണ്. ഇപ്പോൾ ഈ ഒരു നോട്ടിലസിന്റെ മുകളിലുള്ളത് വെറും ഐസ് ഷീറ്റ് അല്ല, ഇതൊരു ഹിമാനിയാണ്, ഐസ് ബർഗാണ്. അതുകൊണ്ടാണ് ഇത്രയും താഴേക്ക് 11 മീറ്ററോളം താഴേക്ക് ഇതിന്റെ ഒരു ഖനം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബെറിംഗ് സ്ട്രൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് ആഴക്കുറവാണ്. ഇനി ഇതിലും വലിയ ഹിമാനി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് താഴേക്ക് ഇറക്കാനായിട്ട് പറ്റില്ല, ഇതിനിടയ്ക്ക് ഇവർ കുടുങ്ങിപ്പോകും. ആൻഡേഴ്സൺ ഇക്കാര്യങ്ങൾ തന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡോക്ടർ ലിയോണുമായിട്ട് ചർച്ച ചെയ്തു. ഇദ്ദേഹമായിട്ടാണല്ലോ മുമ്പ് ഇവർ ആ ബുഷ് പ്ലെയിനിൽ യാത്ര ചെയ്തത്. എന്നിട്ട് ഇടയ്ക്കൊരു വിടവ് കണ്ടെത്തിയ ശേഷം ഇവർ ഈ നോട്ടിലസിനെ സർഫസ് ചെയ്യിച്ചിട്ട് അതിന്റെ ചുറ്റും ഒന്ന് കാര്യമായിട്ട് നോക്കി. എന്നിട്ട് ചില ക്രൂ മെമ്പേഴ്സിനെ ചെറിയൊരു ബോട്ടിൽ, ഈ ഒരു താൽക്കാലിക റെസ്ക്യൂ ബോട്ടിൽ ഇവരെ ഇറക്കുകയും ഐസ് ഷീറ്റുകൾ പോയി പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു മാസം ഈ റൂട്ടിലൂടെ ഇവർക്ക് മുന്നേറി പോകാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് ഐസ് പാളികൾ ഇവിടെയുണ്ട്, ഐസ് ബർഗുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ആൻഡേഴ്സൺ ഒരു തീരുമാനമെടുത്തു, തിരിച്ചു വരിക. മുമ്പ് പറഞ്ഞ ലോറൻസ് ഐലൻഡ് ഉണ്ടല്ലോ, അതിന്റെ പടിഞ്ഞാറേ ഭാഗം ഇടതുവശം വഴിയാണ് ഇവർ മുന്നോട്ടേക്ക് വടക്കോട്ടേക്ക് പോയത്. തിരിച്ചു വന്നിട്ട് ഈ ലോറൻസ് ഐലൻഡിന്റെ കിഴക്ക് ഭാഗം, വലത്തെ ഭാഗം, ആ ഭാഗത്തുകൂടി പോയി കഴിഞ്ഞാൽ അലാസ്കൻ തീരങ്ങളാണ്. അവിടെ സാധാരണ ഐസ് പാളികളുടെ എണ്ണം കുറവാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരികെ വന്നിട്ട് ഒരു റൗണ്ട് ട്രിപ്പ് അടിച്ച ശേഷം ഈ സെന്റ് ലോറൻസ് ദ്വീപിന്റെ കിഴക്കേ ഭാഗം, വലത്ത് ഭാഗം വഴി നമുക്ക് വടക്കോട്ടേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ ഇവർ എത്തിച്ചേർന്നു. അങ്ങനെ ഇവർ തിരികെ വന്നിട്ട് ഈ സെന്റ് ലോറൻസ് ദ്വീപിന്റെ കിഴക്കേ ഭാഗം, വലത്ത് ഭാഗം വഴി വീണ്ടും വടക്കോട്ടേക്ക് നീങ്ങി. ആ സമയത്ത് ഇവർ എടുത്ത തീരുമാനം നല്ലതാണ് എന്ന് ഇവർക്ക് തോന്നി. കാരണം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഹിമാനികൾ, ഐസ് ഷീറ്റുകളൊക്കെ അതിന്റെ എണ്ണം വളരെയധികം കുറവായിരുന്നു. എങ്കിലും വലിയ വലിയ ചില ഐസ് ഷീറ്റുകൾ കടലിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ചുറ്റി വളഞ്ഞു പോകാനായിട്ട്, അതിനെ ഒഴിവാക്കി പോകാനായിട്ടുള്ള ഗ്യാപ്പ് ആ ഒരു സമയത്ത് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവർക്ക് അതിന് സാധിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചുകൂടി വടക്ക് അലാസ്കൻ തീരത്തുള്ള കേപ്പ് ലിസ്ബൺ എന്നറിയപ്പെടുന്ന തുറമുഖ ആ ഒരു തീരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഐസ് പാളികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. 68 ഡിഗ്രി നോർത്തിലാണ് ഈ കേപ്പ് ലിസ്ബൺ സ്ഥിതി ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് പഴയതുപോലെ തന്നെ ഇതുപോലെ പെരിസ്കോപ്പിക് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ പെരിസ്കോപ്പുകൾ തകരും എന്ന് മനസ്സിലായതോടെ ഈ നോട്ടിലസിനെ മുക്കുവാനായിട്ട് ആൻഡേഴ്സൺ തീരുമാനമെടുത്തു. വീണ്ടും 120 അടി താഴ്ചയിലേക്കാണ്, ആഴത്തിലേക്കാണ് ഈ നോട്ടിലസിനെ ആൻഡേഴ്സൺ താത്തത്. മുമ്പ് പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ താക്കാനായിട്ട് അവിടെ പറ്റില്ല. പക്ഷേ എങ്കിലും കാര്യങ്ങൾ ശാന്തമായിരുന്നു. കാരണം ഫതോമീറ്ററിന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ കട്ടിയുള്ള ഐസ് ഷീറ്റുകളൊന്നും ഈ ഭാഗത്തുകൂടി ഇതിന്റെ മുകളിലൂടെ പോകുന്നില്ല. മുമ്പത്തെ പോലെ വലിയ കാര്യമായിട്ടുള്ള ഡേഞ്ചർ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വേഗത ഒരു 10 നോട്ട്സ് വർദ്ധിപ്പിക്കാനായിട്ട് ഇദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞ ശേഷം തന്റെ ചേംബറിലേക്ക് ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ആൻഡേഴ്സൺ മടങ്ങി. എന്നാൽ തന്റെ ക്യാബിനിൽ അധികം നേരം ഒന്നും ഉറങ്ങാനും വിശ്രമിക്കാനൊന്നും ആൻഡേഴ്സന് സാധിച്ചില്ല. ക്യാബിനിലെ സ്പീക്കറിലൂടെ കൺട്രോൾ റൂമിൽ നിന്ന് ഇദ്ദേഹത്തിന് സന്ദേശമെത്തി, ക്യാപ്റ്റൻ ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ എത്തിച്ചേരണം. അദ്ദേഹം ഈ ക്യാബിനിൽ നിന്ന് ഈ കൺട്രോൾ റൂമിലേക്ക് പാഞ്ഞു. വളരെ കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു നോട്ടിലസ് അപ്പോഴുണ്ടായിരുന്നത്. ഏതാണ്ട് 19 മീറ്റർ ഘനമുള്ള വലിയൊരു ഐസ്ബർഗിന്റെ അടിയിലൂടെയാണ് ഇപ്പോൾ നോട്ടിലസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്തർവാഹിനിയുടെ മുകളിലെ സെയിലും ഐസ്ബർഗിന്റെ താഴത്തെ ഭാഗവും തമ്മിൽ വെറും 8 അടി മാത്രമാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സൺ എന്ത് ചെയ്തു, നോട്ടിലസിനെ വീണ്ടും 140 അടിയിലേക്ക് താഴ്ത്തി. ആ സമയം കടലിന്റെ അടിത്തട്ടുമായിട്ട് വെറും 18 അടി മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓർക്കുക, മുകളിലെ ഐസ്ബർഗ്, താഴെ ആഴം കുറഞ്ഞ കടല്, ഇതിനിടയിലൂടെ ജാമായിട്ടാണ് നമ്മുടെ ഈ നോട്ടിലസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലേക്കും താഴേക്കും വലിയ അടികൾ ദൂരമൊന്നും ഇല്ല. ഇപ്പോൾ തന്റെ മുകളിലുള്ള ഐസ് ഷീറ്റിന്റെ ഘനം 19 മീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐസ് ഷീറ്റ് അല്ല, ഹിമാനിയാണ്, ഐസ്ബർഗ് ആണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹത്തിന് പഴയ കഥയാണ് ഓർമ്മ വന്നത്, ജൂൾ വേണിന്റെ ആ ഒരു കഥയാണ് ഓർമ്മ വന്നത്. അതിനകത്ത് ക്യാപ്റ്റൻ നെമോയുടെ നോട്ടിലസ് ഇതുപോലെ തന്നെ ഒരു ഐസ്ബർഗിന്റെ അടിയിൽ ഞെങ്ങി പോയി പെട്ടതാണ്. അതാണ് ആ കഥ.
അതാണ് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത്. കഥയിലുണ്ടായിരുന്ന ആ ഒരു കാര്യം റിയൽ ലൈഫിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ആൻഡേഴ്സൺ ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം സോണാർമാൻ ആൽഫ്രഡിന്റെ ശബ്ദം ഈ സ്പീക്കറിലൂടെ മുഴങ്ങിക്കേട്ടു. അദ്ദേഹം പറയുന്നത്, ഈ ന്യൂട്ടലസ് ഇപ്പോൾ ഏതാണ്ട് 1 മൈലോളം നീളവും വീതിയും ഒക്കെ ഉള്ള വലിയൊരു ഐസ് ഷീറ്റിന്റെ അടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഐസ് പാളിയുടെ ഖനം കൂടി വരികയാണ്. ആൻഡേഴ്സൺ എന്ത് ചെയ്തു? അത് കേട്ടതോടെ വീണ്ടും നമ്മുടെ ഈ ന്യൂട്ടലസിനെ കുറച്ചുകൂടി അടി താഴേക്ക് മാറ്റി. കൂടുതൽ മാറ്റാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ മുകളിലെ ഐസ് പാളിയുടെ ഖനം, താഴേക്കുള്ള ആ താഴ്ച കൂടി വരികയാണ്. അതായത് ഇപ്പോൾ ടോപ്പ് സെയിലും ഈ ഐസ് പാളിയുടെ മുകളിലുള്ള ഐസ് പാളിയുടെ താഴത്തെ ഭാഗവും തമ്മിൽ വെറും 5 അടി മാത്രമാണ് വ്യത്യാസമുള്ളത്. അതായത് നമ്മൾ ടോപ്പ് സൈലിന്റെ മുകളിൽ ഒരാൾ കയറി ഇരിപ്പുണ്ട് എന്ന് സങ്കല്പിച്ചാൽ അയാളുടെ തല ഇതിന്റെ ഈ ഐസ് പാളിയുടെ താഴെ വന്ന് ഇടിക്കും. അത്രയ്ക്ക് ഗ്യാപ്പ് മാത്രമേ, ഒരാൾ പൊക്കം മാത്രമാണ് ഇപ്പോഴും ഈ ന്യൂട്ടലസും ഈ ഐസ് പാളിയും തമ്മിലുള്ളൂ. ഈ സമയത്ത് ഡെഡ് സ്ലോ ആയിട്ടാണ് ന്യൂട്ടലസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഏതെങ്കിലും ഒരു നിമിഷം ഈ ന്യൂട്ടലസ് ഈ ഐസ് പാളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇടിക്കുന്ന ശബ്ദം കാതോർത്താണ് ഇവർ ഇതിനകത്ത് ആളുകൾ ഇരിക്കുന്നത്. മുകളിലേക്കും താഴേക്കും വലിയ ദൂരമൊന്നുമില്ല, ഗ്യാപ്പൊന്നുമില്ല. എവിടെ വേണേലും ഈ ഒരു ന്യൂട്ടലസ് ചെന്ന് കയറി ജാമായി ഇരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഇവരുടെ മനസ്സിൽ ഇവർക്ക് ഭയമായി. ന്യൂട്ടലസ് വളരെ സാവധാനമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറുകളായിട്ട് സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർക്ക് വലിയൊരു ഗുഹയ്ക്കകത്ത് ഒരാൾ പെട്ടുപോയിരിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും അതിന്റെ ആ ഒരു വ്യാസം, അതിന്റെ ഒരു വലിപ്പം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ന്യൂട്ടലസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്ത നിമിഷം സോണാർമാൻ ആൽഫ്രഡിന്റെ ശബ്ദം സ്പീക്കറിലൂടെ മുഴങ്ങിക്കേട്ടു. മുകളിലുള്ള ആ ഒരു ഐസ് പാളിയുടെ ഖനം കുറഞ്ഞു വരികയാണ്. അത് കേട്ടതോടെ ആളുകൾക്ക് ആശ്വാസമായി. ഏതാനും സെക്കൻഡുകൾ കൂടി കഴിഞ്ഞതോടെ മുകളിലെ ഐസ് പാളികൾ അപ്രത്യക്ഷമാകുകയും തുറന്ന കടല് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഇവർ ആവേശം കാരണം നാവികര് എഴുന്നേൽക്കുകയും കൈയടിക്കുകയും പരസ്പരം കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കുവെക്കുകയും ചെയ്തു. ശരിക്കും എന്ത് രീതിയിലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇവർ കടന്നുപോയത് എന്ന് അവരുടെ ആ സമയത്തെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ഐസ് മല അല്ലെങ്കിൽ ഒരു ഐസ് ബർഗ്, അതിന്റെ അടിയിലൂടെ ഞെങ്ങിയാണ് ന്യൂട്ടലസ് ഇപ്പോൾ പുറം കടലിലേക്ക് അല്ലെങ്കിൽ തുറന്ന കടലിലേക്ക് വന്നിരിക്കുന്നത്. ഈ രീതിയിൽ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഇനിയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് ശരിക്കുള്ള നോർത്ത് പോൾ. അവിടം വരെയും ഈ രീതിയിലാണ് പോകേണ്ടതെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാണ്. താനുണ്ട്, തന്റെ കൂടെ 116 നാവികരുണ്ട്. അവരുടെ ജീവൻ വെറുതെ ബലി കൊടുക്കാനായിട്ട് ആൻഡേഴ്സൺ തയ്യാറായില്ല. ഈ സമയത്ത് 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 82 ഡിഗ്രി വരെയും ചെന്നിട്ട് മടങ്ങേണ്ടി വന്ന ഹുബർട്ട് വിൽക്കിൻസിന്റെ ആ ഒരു ഭാഗം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ, അദ്ദേഹത്തിന്റെ മുഖം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വന്നു. എന്തുമാത്രം വിഷമം ഈ ഹുബർട്ട് വിൽക്കിൻസിന് അന്ന് ഉണ്ടായിരിക്കണം. എന്താണേലും അതേ വിഷമം തന്നെ ഈ ആൻഡേഴ്സണും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ആൻഡേഴ്സൺ ഒരു തീരുമാനമെടുത്തു. കാലാവസ്ഥ നന്നായ ശേഷം, 1 മാസമെങ്കിലും കാത്തു നിന്ന ശേഷം, ഈ ഐസ് പാളികൾ ഈ ഭാഗത്തു നിന്ന് ഉരുകി മാറിയ ശേഷം ഇനി ഇങ്ങോട്ടേക്ക് വരാം. അതുവരെയും തെക്കോട്ട് വേറെ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നതാണോ നല്ലത്, ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ആൻഡേഴ്സൺ ന്യൂട്ടലസിനെ അവിടെ നിന്ന് തിരികെ, അതായത് ഇപ്പോൾ ഇവിടെ വടക്കോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം അവിടെ നിന്ന് വളച്ചിട്ട് വീണ്ടും തെക്കോട്ടേക്ക് നീക്കുവാനായിട്ട് ആരംഭിച്ചു. ജൂൺ 19-നാണ് ആൻഡേഴ്സൺ തെക്കോട്ടേക്കുള്ള നീക്കം ആരംഭിച്ചത്. അവസാനം ജൂൺ 28-ന് അദ്ദേഹം തെക്കുള്ള ഹവായി ഐലൻഡിലുള്ള പേൾ ഹാർബർ തുറമുഖത്ത് ഇദ്ദേഹം ഈ ന്യൂട്ടലസുമായിട്ട് എത്തിച്ചേർന്നു. വെതർ കണ്ടീഷൻസ് ഇംപ്രൂവ് ആകുന്നത് വരെയും ഈ പേൾ ഹാർബറിൽ കിടക്കാനായിട്ടാണ് ഇദ്ദേഹത്തിന് കിട്ടിയ ഉത്തരവ്. ഈ ഒരു സമയത്ത് അമേരിക്കയുടെ നാവികസേനയിലെ ചില ചെറിയ കപ്പലുകൾ, വിമാനങ്ങൾ, ഇതെല്ലാം ഈ ന്യൂട്ടലസ് പോകാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ പര്യവേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതായത് 1 മാസം കഴിഞ്ഞിട്ട് ന്യൂട്ടലസിന് ഇതേ വഴി വരേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻസ് കറക്റ്റായിട്ട് അറിയുകയും ആ ഒരു വെതർ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൻഡേഴ്സൺ ഇവർ കൈമാറുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് പഠിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1 മാസത്തിന് ശേഷം ജൂലൈ 23-ന് ആൻഡേഴ്സൺ ന്യൂട്ടലസുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാമതൊരു ട്രൈ നടത്താനായിട്ട് വീണ്ടും വടക്കോട്ടേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇദ്ദേഹം വടക്കോട്ടേക്ക് പോയി കഴിയുമ്പോഴേക്കും 5 കടലുകളാണ് ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടും മറികടക്കേണ്ടി വരുന്നത്. ആദ്യമായിട്ട് ഇദ്ദേഹം ഇപ്പോഴുള്ള ശാന്തസമുദ്രം, പസഫിക്. അതിന്റെ വടക്ക് ഇദ്ദേഹം മുമ്പ് ചെന്നെത്തിയ ബെറിങ് കടല്, ആഴക്കുറവുള്ള ബെറിങ് കടല്. ഈ ബെറിങ് കടലിടുക്ക് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അതിന്റെ വടക്കായിട്ടുള്ളത് ചക്ചി എന്നറിയപ്പെടുന്ന മറ്റൊരു ചെറിയ കടലാണ്. ഈ ബെറിങ്ങിനും ചക്ചിക്കും ആഴം തീരെ കുറവാണ്. അതിനുശേഷമാണ് ബിഫോർട്ട് സീ എന്നറിയപ്പെടുന്ന ബിഫോർട്ട് കടല് ഉള്ളത്. അതിന് നല്ല ആഴമുള്ള കടലാണ്. ബിഫോർട്ട് കടലിനും അപ്പുറമാണ് വിശാലമായിട്ടുള്ള ആർട്ടിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് പസഫിക്, ബെറിങ്, ചക്ചി, ബിഫോർട്ട്, ആർട്ടിക്, ഇങ്ങനെയാണ് ഇദ്ദേഹം പോകേണ്ട കടലുകൾ കിടക്കുന്നത്. ഇതിൽ പസഫിക് മറികടന്ന് ഇദ്ദേഹം ബെറിങ്ങിൽ എത്തിച്ചേരുന്നു. ബെറിങ്ങിൽ നിന്ന് ചക്ചിയിൽ എത്തിച്ചേരുന്നു. ഈ ബെറിങ്ങും ചക്ചിയുമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം മുമ്പ് പറഞ്ഞതുപോലെ പഴയ ലാൻഡ് ബ്രിഡ്ജാണ്, അതിന്റെ മുകളിലെ കടലാണ് ഇത് രണ്ടും.
അതുകൊണ്ട് ആഴക്കുറവാണ്. എന്നാൽ അതിനും അപ്പുറമുള്ള ചക്ചിക്കും അപ്പുറമുള്ള ബിഫോർട്ട് എന്നറിയപ്പെടുന്ന കടല്, പിന്നെ അതിന്റെ അപ്പുറമുള്ള ആർട്ടിക്, ഇതിന് രണ്ടിനും നല്ല ആഴമുണ്ട്, ഒരു പ്രശ്നവുമില്ല. മുമ്പ് ഇദ്ദേഹം പോയ ബെറിങ് കടല്, അതിന്റെ മാക്സിമം ആഴം എന്ന് പറയുന്നത് വെറും 300 അടി, അതായത് 90 മീറ്റർ മാത്രമാണ്. നോട്ടിലസിന് 700 അടി വരെയും താഴാൻ പറ്റുമെന്ന് ഓർക്കുക. ആ സമയത്താണ് ഈ കടലിന് ആകെയുള്ള ആഴം എന്ന് പറയുന്നത് വെറും 300 അടി മാത്രമാണ് എന്ന്. ഇനി അതിന്റെ മുന്നിലുള്ള ചക്ചി സീ, അതിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 260 അടിയാണ്, വെറും 80 മീറ്റർ. ഈ രണ്ട് കടലും താണ്ടിയിട്ട് വേണം ആഴക്കൂടുതലുള്ള ബിഫോർട്ട് കടലിൽ എത്തിച്ചേരാനായിട്ട്. ഈ ബെറിങ് കടലിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. കാരണം ബെറിങ് കടലിടുക്കിൽ ഉണ്ടായിരുന്ന ഐസ് പാളികളെല്ലാം ഉരുകി മാറിയിട്ടുണ്ട് എന്ന് ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ പഠിച്ച ശേഷം ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആഴക്കുറവുണ്ടെങ്കിലും എങ്ങനെയും ബെറിങ് കടലിലേക്ക് മറികടന്നിട്ട് ഇദ്ദേഹത്തിന് വടക്കോട്ടേക്ക് ചെല്ലാൻ സാധിക്കും. പക്ഷെ അവിടെയാണ് വീണ്ടും ആഴക്കുറവുള്ള ഈ ചക്ചി സീ ഉള്ളത്. അതെങ്ങനെ മറികടക്കും എന്നതായി ഇദ്ദേഹത്തിന്റെ ചിന്ത. അപ്പോഴാണ് ആ ഭാഗങ്ങളിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്ന കപ്പലുകളിൽ നിന്നുള്ള ഒരു ഡേറ്റ ഇദ്ദേഹത്തിന് കിട്ടിയത്. ഈ ചക്ചി സീയിൽ നമ്മുടെ ഈ അമേരിക്കയുടെ അലാസ്കയിലെ ഏറ്റവും വടക്കുള്ള ജനവാസ കേന്ദ്രം പോയിന്റ് ബാരോ, അവിടം വരെയാണല്ലോ ഇദ്ദേഹം ഈ പ്ലെയിനിൽ പോയിട്ട്, ബുഷ് പ്ലെയിനിൽ പോയിട്ട് വന്നത്. ആ പോയിന്റ് ബാരോയുടെ സമീപത്ത് കടലിന്റെ അടിയിൽ ആഴമേറിയ ഒരു താഴ്വരയുണ്ട്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഇടനാഴിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഈ നോട്ടിലസിനെ എത്ര വേണമെങ്കിലും താക്കാനായിട്ട് പറ്റും. മുകളിൽ എത്ര കട്ടിയുള്ള ഐസ്ബർഗ് വന്നാലും ആ ഇടനാഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. ബാരോ സീ വാലി എന്നാണ് ആ ഒരു ഇടനാഴിയെ, കടലിന്റെ അടിയിലുള്ള ആ ഒരു താഴ്വരയെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത്. പോയിന്റ് ബാരോയ്ക്ക് സമീപമുള്ള അലാസ്കൻ തീരങ്ങളിൽ കടലിന്റെ അടിയിലാണ് ആഴമേറിയ ഈ ബാരോ സീ വാലി ഉള്ളത്. അതായത് ഇദ്ദേഹത്തിന് ഈ ബെറിങ് കടൽ മറികടന്നിട്ട് ഈ ബാരോ സീ വാലിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ചക്ചി സീയെ എങ്ങനെയെങ്കിലും മറികടന്നിട്ട് ബിഫോർട്ട് സീയിൽ, ആഴമേറിയിട്ടുള്ള ഈ ബിഫോർട്ട് സീയിൽ എത്തിച്ചേരാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും. ആൻഡേഴ്സന്റെ ഇപ്പോഴത്തെ ട്രിപ്പിൽ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതാണ്: എങ്ങനെയും ബെറിങ് സ്ട്രേറ്റ് മറികടന്ന് ഈ ബാരോ സീ വാലി കണ്ടെത്തിയ ശേഷം അതിന്റെ അടിയിലൂടെ ചക്ചി സീ മറികടന്നിട്ട് 4000 മീറ്റർ മിനിമം താഴ്ചയുള്ള ബിഫോർട്ട് കടലിൽ എത്തിച്ചേരുക. അവിടെ നിന്ന് 5000 മീറ്റർ താഴ്ചയുള്ള ആർട്ടിക് കടലിൽ എത്തിച്ചേരുക, ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരുക. അങ്ങനെ ആഗസ്റ്റ് 1 നോട്ടിലസ് ബെറിങ് കടലിലേക്ക് മറികടന്നിട്ട് അലാസ്കയുടെ വടക്കൻ തീരങ്ങളിൽ പോയിന്റ് ബാരോയ്ക്ക് സമീപം എത്തിച്ചേർന്നു. ഈ ഭാഗത്ത് എവിടെയോ ആണ് മുമ്പ് പറഞ്ഞ ബാരോ സീ വാലി ഉള്ളത്. ഇടയ്ക്കിടെ സർഫസ് ചെയ്ത് കടലിലെ ഐസ് കണ്ടീഷൻസ് വിലയിരുത്തിയാണ് ഇവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തില് നോട്ടിലസ് അവിടെ കിടന്ന് വട്ടം കറങ്ങുകയായിരുന്നു. കപ്പലുകൾ റിപ്പോർട്ട് ചെയ്ത ആഴമേറിയ ബാരോ സീ വാലി കടലിന്റെ അടിയിലൂടെ കണ്ടെത്തുക എന്നുള്ളത് ദുഷ്കരമായ പണിയാണ്. ഇപ്പോഴും ആഴം തീരെ കുറവാണ് എന്ന് തന്നെയാണ് ഫത്തോമീറ്ററുകൾ സൂചിപ്പിക്കുന്നത്. പെരിസ്കോപ്പിലൂടെ കടൽ പക്ഷികളെയും ഐസ് പാളികളിൽ വിശ്രമിക്കുന്ന വോൾറസുകളെയും അവർക്ക് ശരിക്കും കാണാമായിരുന്നു. എന്നാൽ അധികം വൈകിയില്ല, ഫത്തോമീറ്ററിൽ ഓപ്പറേറ്ററുടെ ശബ്ദം സ്പീക്കറിലൂടെ മുഴങ്ങി. കടലിന്റെ ആഴം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ 180 അടിയാണ് ആഴം. വീണ്ടും അനൗൺസ്മെന്റ് മുഴങ്ങി. 200 അടി, 300 അടി, 400. വീണ്ടും ആഴം കൂടിക്കൂടി വരികയാണ്. നോട്ടിലസിലെ ആർപ്പ് വിളികൾ മുഴങ്ങി. അവർ ആഴമേറിയ ബാരോ സീ വാലി കണ്ടെത്തിയിരിക്കുന്നു. അതോടുകൂടി നോട്ടിലസിനെ 400 അടി താഴേക്ക് താഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആൻഡേഴ്സൺ ഓർഡർ കൊടുത്തു. ഇതിനുശേഷം 20 നോട്ട്സ് ആ ഒരു സ്പീഡിലാണ് ഇവരുടെ ഈ അന്തർവാഹിനി മുന്നോട്ട് നീങ്ങിയത്. നോട്ടിലസിനെ 400 അടി താഴേക്ക് ഇറക്കുവാൻ വേണ്ടിയിട്ട് ആൻഡേഴ്സൺ ഉത്തരവിട്ടു. അതിനുശേഷം 20 നോട്ട്സ് സ്പീഡിൽ, ഏതാണ്ട് 37 km/h ആ ഒരു വേഗതയിലാണ് ഈ ബാരോ സീ വാലി എന്നറിയപ്പെടുന്ന സമുദ്രത്തിന്റെ അടിയിലുള്ള ആ ഒരു ഗർത്തത്തിലൂടെ, ആ ഒരു താഴ്വരയിലൂടെ നമ്മുടെ ഈ നോട്ടിലസ് വടക്കോട്ടേക്ക് കുതിച്ചത്. ഈ ബാരോ സീ വാലി എന്ന അണ്ടർ വാട്ടർ വാലിയിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ മുകളിലൂടെ, സർഫസിലൂടെ വലിയ ഘനമേറിയ ഐസ് ഷീറ്റുകൾ, ഹിമാനികൾ, ഐസ്ബർഗുകൾ ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവർക്ക് ഇനി ഗവനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല താഴ്ചയുള്ള ഒരു സ്ഥലത്താണ് ഇവരിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാക്സിമം അറ്റൈനബിൾ ഡെപ്ത് ആയിട്ടുള്ള 700 അടി വരെയും ഇവർക്ക് താക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുകളിൽ എത്ര വലിയ ഹിമാനി വന്നാലും ഇനി ഇവർക്ക് ഭയക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇപ്പോൾ ഇവരുള്ളത് 72 ഡിഗ്രി നോർത്തിലാണ്. ഇനി ഇവരുടെ മുന്നിൽ വലിയ വലിയ പ്രതിബന്ധങ്ങളില്ല, കരഭാഗങ്ങളൊന്നും തന്നെയില്ല. ഐസ് ഷീറ്റുകളും ഐസ് പാളുകളും ഈ ഐസ്ബർഗുകളും മാത്രമേ ഉള്ളൂ. നേരെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു 1700 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. നാവികർക്ക് ആശ്വാസമായി. കാരണം ഇനി ആഴമേറിയ ബിഫോർട്ട് കടലും ആർട്ടിക് കടലുമാണ് ഉള്ളത്. ഇവർക്കിനി ഹിമാനികൾ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഈ ഒരു സമയത്ത് 20 നോട്ട്സ് എന്ന സ്പീഡിലാണ് നോട്ടിലസ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്രുവത്തിലേക്ക് കൂടുതൽ അടുക്കും തോറും നോട്ടിലസിലെ കാര്യങ്ങൾ കൂടുതൽ ആവേശമുള്ളതായിട്ട് മാറി. 4 മണിക്കൂറുകൾ നീളുന്ന 3 വാച്ചുകളിലായിട്ടാണ് നാവികർ ജോലി ചെയ്യുന്നത്. ശേഷം 8 മണിക്കൂർ വിശ്രമം ലഭിക്കും. ആഴമുള്ള ബിഫോർട്ട് കടലിൽ എത്തിയതോടെ ആളുകൾ പാട്ട് കേൾക്കുവാനും ഉറക്കെ ചിരിച്ച് വർത്തമാനം പറയാനും ഒക്കെ ആരംഭിച്ചു. നോർത്ത് പോളിൽ എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നായിരുന്നു തീൻ മുറിയിലെ പ്രധാന ചർച്ചാ വിഷയം. ചീഫ് കുക്ക് ജാക്ക് താൻ സ്പെഷ്യൽ നോർത്ത് പോൾ ഡിന്നർ തയ്യാറാക്കുമെന്ന് പറഞ്ഞതോടെ നാവികർക്ക് നാവിൽ കൊതിയൂറി.
ചിലർ ആ സമയം ആഘോഷിക്കുവാനായിട്ട് പ്രത്യേകം പതാക വരെയും തുന്നിയെടുക്കുവാൻ പദ്ധതിയിട്ടു. കൂടാതെ എല്ലാ ദിവസവും നോർത്ത് പോളിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ള വിവരം എല്ലാ ക്യാബിനുകളിലെയും ഭിത്തിയിൽ ഇവർ തൂക്കിയിട്ടു, ഒരു കൗണ്ട് ഡൗൺ പോലെ. ഈ സമയത്ത് കമാൻഡർ ആൻഡേഴ്സൺ ഈ നാവികർ കിടക്കുന്ന സ്ഥലങ്ങൾ, ക്യാബിനുകൾ, ടോർപിഡോ റൂം, എഞ്ചിൻ റൂം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു സന്ദർശനം ഇദ്ദേഹം നടത്തി. ആളുകളുടെ മാനസിക നില ഇദ്ദേഹത്തിന് പരിശോധിക്കണം, എഞ്ചിൻ കണ്ടീഷൻസ് ഇദ്ദേഹത്തിന് നോക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഓരോ സ്ഥലങ്ങളിലും ചെന്നത്. ആളുകൾ കിടക്കുന്ന ക്യാബിനുകളിൽ ചെന്ന് കയറിയ സമയത്ത് ഇദ്ദേഹം മനസ്സിലാക്കിയത് ആളുകളെല്ലാം നോർത്ത് പോൾ എന്ന് പറഞ്ഞ ആ ഒരു സാധനം തലയിലേറ്റി നടക്കുകയാണ്. അവിടെ കിടക്കുന്ന ആളുകളൊക്കെ നോർത്ത് പോളുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെയാണ് ഇതിനകത്തിരുന്ന് വായിക്കുന്നത്. ഈ നാവികരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള പുസ്തകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ലൈബ്രറി തന്നെയും ഈ നോട്ടിലസിനകത്തുണ്ട്. അതുകൊണ്ട് അതിനകത്തു നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർ കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് ആൻഡേഴ്സന് മനസ്സിലായി. ഈ ഒരു സമയത്ത് എല്ലാവരും സന്തോഷകരമായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് പൊടുന്നനെ കൺട്രോൾ റൂമിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായി. ക്യാപ്റ്റൻ, കടലിന്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇത് കേട്ടതോടെ പഴയ ആ ഒരു സംഭവമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടി വന്നത്. ഇദ്ദേഹം പെട്ടെന്ന് ഈ കൺട്രോൾ റൂമിലേക്ക് ഇദ്ദേഹം ഓടിച്ചെന്നു. 10 മീറ്ററിൽ ആഴം എത്രത്തോളമാണ് മാറുന്നത് എന്നുള്ള ആ ഒരു ഡിഫറൻസ് നോക്കി ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കടലിന്റെ അടിയിലെ ഒരു മലയുടെ ചെരിവിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ നോട്ടിലസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രമേണ ഈ താഴെയുള്ള ആഴം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഈ നോട്ടിലസിലെ 10 മീറ്ററുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മലയുടെ ചെരുവിലൂടെയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് നോട്ടിലസ് ഇപ്പോൾ. അന്തർവാഹിനിയുടെ വേഗം ഡെഡ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഉത്തരവിട്ടു. കാരണം ഇത് പൊടുന്നനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മലയുടെ ചെരുവിൽ നമ്മുടെ ഈ നോട്ടിലസ് പോയി ഇടിക്കും എന്ന് ഉറപ്പാണ്. ഇനി വളരെയധികം ശ്രദ്ധയോടെ സാവധാനം വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഈ ഭാഗങ്ങളിൽ ദ്വീപുകളൊന്നും തന്നെ ഇല്ല എന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ഈ കടലിന്റെ അടിയിലുള്ള മലയുടെ മുകൾ ഭാഗം കടലിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഇത് കടലിന്റെ അടിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ റീഡിങ്, ഇപ്പോൾ ആഴം കുറഞ്ഞു വരുന്ന ആ ഒരു റീഡിങ് ഫ്ലാറ്റ് ആകാനായിട്ട് തുടങ്ങും. അതായത് മലയുടെ മുകളിലെത്തി എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അവസാനം ഈ 10 മീറ്റർ റീഡിങ് ഒരു ലെവൽ കണ്ടീഷനിൽ എത്തിയതോടെ ആൻഡേഴ്സന് മനസ്സിലായി നമ്മൾ ഇപ്പോഴുള്ളത് കടലിന്റെ അടിയിലെ ഒരു വലിയ മലയുടെ മുകളിലാണ്. അദ്ദേഹം ഈ മൈക്ക് എടുത്തിട്ട് ആ ഒരു വിവരം അനൗൺസ് ചെയ്തിട്ട് എല്ലാ ക്യാബിനുകളിലും ആളുകളെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ആർട്ടിക് സമുദ്രത്തിൽ ഏതാണ്ട് 8000 അടി ഉയരമുള്ള ഒരു വലിയൊരു മൗണ്ടൻ റേഞ്ച് നമ്മൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് കേട്ട എഞ്ചിൻമാൻ റോബർട്ട് ബെല്ല് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മലയ്ക്ക്, ആ മൗണ്ടൻ റേഞ്ചിന് നോട്ടിലസ് റിഡ്ജ് എന്ന് പേരിടാം. ഇത് കേട്ടതോടെ അത് കൈയടിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ അത് അംഗീകരിച്ചു. ഉടൻ തന്നെ ആൻഡേഴ്സൺ മാപ്പില്, ചാർട്ടില് ഈ നോട്ടിലസ് റിഡ്ജിന്റെ സ്ഥാനം രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവസാനം 1958 ഓഗസ്റ്റ് മാസം 3-ാം തീയതി രാത്രിയാകുന്നതിന് തൊട്ടു മുമ്പ് ഈ മുങ്ങിക്കപ്പലിലെ നാവിഗേറ്റർ ആയിട്ടുണ്ടായിരുന്ന ആള് നമ്മുടെ ആൻഡേഴ്സന്റെ ക്യാബിനിൽ എത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നോർത്ത് പോള് തൊട്ടു മുമ്പിലാണ് ഉള്ളത്, ഇനി 1 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് കേട്ടതോടെ നോട്ടിലസ് ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു. വെറും 1 മൈൽ ദൂരത്താണ് യഥാർത്ഥ നോർത്ത് പോള് ഉള്ളത്. അതോടെ നോട്ടിലസ് ഡെഡ് സ്ലോ ആക്കാനായിട്ട് ഇദ്ദേഹം ഉത്തരവിട്ടു. ആൻഡേഴ്സൺ ആ ഒരു നിമിഷം ഉത്തരധ്രുവത്തിൽ കാൽനടയായിട്ട് വന്നവരെയും അതിന്റെ മുകളിലൂടെ പറന്നവരെയും ഒക്കെ ഓർമ്മിച്ചു. ആ സമയം അവർക്കുണ്ടായ അനുഭൂതി എന്തായിരുന്നുവെന്ന് ഇദ്ദേഹത്തിനും അനുഭവിക്കാനായിട്ട് സാധിച്ചു. കപ്പലിൽ നാവികർ നിശബ്ദരായി. ആൻഡേഴ്സൺ മൈക്കിന്റെ അരികിലെത്തി. ശേഷം സെക്കൻഡ്സ് കൗണ്ടറിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, ഓൾ ഹാൻഡ്സ്, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരും. നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച സ്വർഗത്തിലിരിക്കുന്ന ആ വലിയവന് നന്ദി പറയുക. അത് കേട്ടതോടെ അന്തർവാഹിനിയിൽ എല്ലാവരും നിശബ്ദരായി. ശേഷം തന്റെ മുന്നിലിരിക്കുന്ന മീറ്ററുകളിലേക്ക്, മാപ്പിനുകളിലേക്ക് നോക്കി ഇദ്ദേഹം മൈക്ക് എടുത്തിട്ട് കൗണ്ട് ഡൗൺ അനൗൺസ്മെന്റ് ആരംഭിച്ചു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. മാർക്ക് 11:15 PM ഈസ്റ്റേൺ ഡേലൈറ്റ് സേവിംഗ് ടൈം, August 3, 1958. For the United States and the United States Navy, the North Pole. എക്സാക്ട് ഈ ഒരു ഡയലോഗ്, ഈ ഒരു വാചകമാണ് അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തത്. ഇത് കേട്ടതോടെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആഹ്ലാദത്തോടെ കെട്ടിപ്പിടിച്ചു. വലിയൊരു ചരിത്ര ദൗത്യം അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആർട്ടിക് കടലിന്റെ അടിയിലൂടെ തന്നെ, സർഫസ് ചെയ്യാതെ പൂർണ്ണമായിട്ടും അടിയിലൂടെ തന്നെ ഉത്തരധ്രുവം, നോർത്ത് പോള് ഇവർ മറികടന്നിരിക്കുകയാണ്. ആൻഡേഴ്സൺ ഉടൻ തന്നെ പ്രസിഡന്റ് ഐസൻഹാവറിന് കൊടുക്കാനുള്ള സന്ദേശം എഴുതി സീൽ ചെയ്ത് വെക്കുകയും ചെയ്തു. ശേഷം നോട്ടിലസിൽ ആഘോഷം ആരംഭിച്ചു. വില്യം മക്നെല്ലി എന്ന എഞ്ചിൻമാൻ സെയിന്റ് നിക്കോളാസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ ചുവന്ന വേഷത്തിലാണ് എത്തിച്ചേർന്നത്. തന്റെ വീട്ടുമുറ്റത്ത് മാലിന്യം കൊണ്ട് തള്ളിയ നോട്ടിലസിനെ ശകാരിച്ചുകൊണ്ടാണ് സാന്ത പ്രഭാഷണം ആരംഭിച്ചത്. അത് കേട്ടിട്ട് ആളുകൾ ചിരിച്ചു മറിഞ്ഞു. സെക്കൻഡ് ഇൻ കമാൻഡ് ഫ്രാങ്ക് ആഡംസ് സ്പെഷ്യൽ നോർത്ത് പോൾ കേക്ക് മുറിക്കുകയും ചെയ്തു. ആളുകളുടെ കയ്യിൽ അപ്പോൾ അവർ സ്വയം തുന്നി ഉണ്ടാക്കിയ
നോർത്ത് പോൾ പതാകയും ഉണ്ടായിരുന്നു. നോർത്ത് പോളിൽ ചെന്ന ശേഷം ഈ നോട്ടിലസിന് പോകാനായിട്ട് ഇനി ഒരേ ഒരു ദിശ മാത്രമേ ഉള്ളൂ, തെക്ക്. അതായത് നോർത്ത് പോളിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് നോക്കിയാലും ഒറ്റ ദിശ മാത്രമേ ഉള്ളൂ, അത് തെക്ക് മാത്രമാണ്. അങ്ങനെ നോർത്ത് പോൾ മറികടന്നതോടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ നോട്ടിലസ് തെക്കോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു. പസഫിക്കിൽ നിന്ന് ഇവർ ബെറിങ് കടൽ വഴി, ചക്ചി സീ വഴി, ബാരോ സീ വാലി വഴി ഇവർ ബിഫോർട്ട് കടലിൽ എത്തിയിട്ട് അവിടെ നിന്ന് ആർട്ടിക്കിൽ എത്തിയ ശേഷം ആർട്ടിക് കടല് മറികടന്നിട്ട് അപ്പുറേ ചെന്നിട്ട് ഗ്രീൻലാൻഡിന്റെ സൈഡ് വഴി വീണ്ടും അറ്റ്ലാന്റിക്കിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ആ തുറമുഖ നഗരത്തിൽ എത്തിച്ചേരേണ്ടത്. ആ റൂട്ടിലാണ് ഇപ്പോൾ ഇവർ ഏതാണ്ട് 70% യാത്ര പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് നോർത്ത് പോളിൽ സർഫസ് ചെയ്യാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഉത്തരവ് കിട്ടിയാൽ പോലും ഇവർക്ക് സർഫസ് ചെയ്യാൻ പറ്റില്ല. കാരണം നോർത്ത് പോളിൽ കനത്ത മഞ്ഞ് പാളികളുടെ അടിയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സർഫസ് ചെയ്യാൻ പറ്റില്ല അവിടെ. പക്ഷേ സർഫസ് ചെയ്യാതെ ഇത് കടന്നു പോവുക എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ചരിത്ര ദൗത്യം. ഇതിനുശേഷം ആഗസ്റ്റ് 5-നാണ് ഇവർക്ക് മുകളിൽ ഐസ് ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഉത്തരധ്രുവത്തിൽ നിന്നും 2940 കിലോമീറ്ററുകൾ മാറിയിട്ട് ഗ്രീൻലാൻഡിനടുത്തായിരുന്നു അത്. അങ്ങനെ ഉത്തരധ്രുവം പിന്നിട്ട് 96 മണിക്കൂറുകൾക്ക് ശേഷം നോട്ടിലസ് അവിടെ സർഫസ് ചെയ്തു. എന്തിനാണ് നോട്ടിലസ് ധൃതി പിടിച്ചിട്ട് ഇവിടെ സർഫസ് ചെയ്തത്? ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ആറ്റോമിക് റിയാക്ടറുള്ള ഒരു സാധനമാണ്, ഒരു വാഹനമാണ് ഇത്. പക്ഷേ ഇവർ സർഫസ് ചെയ്തത് മറ്റൊരു കാര്യത്തിനാണ്. ഇവരുടെ വിജയ വാർത്ത വാഷിംഗ്ടണിലേക്ക് അറിയിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ സർഫസ് ചെയ്തത്. അതിനുശേഷം രഹസ്യ കോഡ് ഭാഷയിൽ, റേഡിയോ ഫ്രീക്വൻസിയിൽ ഇദ്ദേഹം വാഷിംഗ്ടണിലേക്ക് ഈ ഒരു സന്ദേശം അയച്ചു. നോട്ടിലസ് പൂർണ്ണമായും കടലിന്റെ അടിയിലൂടെ തന്നെ ഉത്തരധ്രുവം മറികടന്നിട്ട് ഗ്രീൻലാൻഡിന്റെ വശത്തുള്ള ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് സർഫസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇദ്ദേഹം റേഡിയോ സന്ദേശമായിട്ട് വാഷിംഗ്ടണിലേക്ക് അയച്ചത്. നോട്ടിലസ് ഇങ്ങനെ ഗ്രീൻലാൻഡിന്റെ സമീപത്തുള്ള ഒരു സ്ഥലത്ത് സർഫസ് ചെയ്ത സമയത്ത് ഇവർ സർഫസ് ചെയ്ത ആ ഒരു സ്ഥലത്തിന്റെ സൈഡിൽ ഒരു ഐസ് പാളി ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഒരു ബേബി സീൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സാധനം പൊങ്ങി വന്നിട്ട് ഇതിന്റെ പെരിസ്കോപ്പുകൾ, അതിന്റെ മുകളിലെ സെയില്, ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വലിയ ഹള്ള്, ഇതെല്ലാം പുറത്ത് വന്നിട്ട് കാണുന്ന രീതിയിൽ ഇതിങ്ങനെ സർഫസ് ചെയ്ത് കിടക്കുന്നത് കണ്ടിട്ട് ഇതുവഴി സ്ഥിരമായിട്ട് ഇങ്ങനെ നോട്ടിലസ് പോലുള്ള വലിയ വലിയ അന്തർവാഹിനികൾ പോകുന്നതാണ് എന്നുള്ള മട്ടിൽ ഈ ബേബി സീൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തല അങ്ങോട്ടേക്ക് ചിരിച്ചിട്ട് മാറി കിടന്നത് കണ്ടിട്ട് ആൻഡേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചിരി വന്നുപോയി. അങ്ങനെ റേഡിയോ സന്ദേശം അയച്ച ശേഷം വീണ്ടും നോട്ടിലസ് താഴേക്ക് താഴ്ന്നു. അതിനുശേഷം ഇവർ പൊങ്ങിയത് ഐസ്ലാൻഡിലെ റെയ്ക്യാവിക് തുറമുഖത്തിന് അടുത്ത് വെച്ചിട്ടാണ്. ഈ റെയ്ക്യാവിക് എന്ന് പറയുന്നത് ഐസ്ലാൻഡിന്റെ തലസ്ഥാനമാണ്. ഭൂമിയിലെ ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരിയാണ് റെയ്ക്യാവിക്. 64 ഡിഗ്രി നോർത്തിലാണ് ഈ റെയ്ക്യാവിക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോട്ടിലസ് സർഫസ് ചെയ്ത ശേഷം അമേരിക്കൻ നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ഈ നോട്ടിലസിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നു. അതിൽ നിന്ന് ഒരു ഏണി ലാഡർ താഴേക്ക് ഇറങ്ങി വന്നു. ആൻഡേഴ്സനെ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകാനായിട്ടാണ്. കാരണം ഈ ഒരു വിജയ വാർത്ത ആൻഡേഴ്സനെയും പൊക്കിക്കൊണ്ട് പോയിട്ട് അറ്റ്ലാന്റിക് മറികടന്നിട്ട് വാഷിംഗ്ടണിൽ കൊണ്ട് ആൻഡേഴ്സനെ ഇറക്കിയിട്ട് ഒരുമിച്ച് ഈ പ്രസിഡന്റിന് പത്രസമ്മേളനം നടത്താനുള്ളതാണ്. അതുകൊണ്ട് ആൻഡേഴ്സനെ പൊക്കാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. പക്ഷേ ആ വന്ന ആളുകളുടെ കയ്യിൽ ഈ നോട്ടിലസിലെ ക്രൂ മെമ്പേഴ്സിനുള്ള ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: ടു ദ ഓഫീസേഴ്സ് ആൻഡ് ദ ക്രൂ ഓഫ് ദി നോട്ടിലസ്, വെൽ ഡൺ. ഇത്രയുമായിരുന്നു പ്രസിഡന്റിന്റെ സന്ദേശം. ഈ ഒരു സന്ദേശം വായിച്ച ശേഷം ആൻഡേഴ്സൺ ഏണി വഴി ഹെലികോപ്റ്ററിൽ കയറുകയും ഹെലികോപ്റ്റർ ഇദ്ദേഹത്തെ കരയിൽ റെയ്ക്യാവിക്കിലെ എയർപോർട്ടിൽ കൊണ്ടെത്തിക്കുകയും അവിടെ നിന്ന് മറ്റൊരു സൈനിക വിമാനത്തിൽ 4-5 മണിക്കൂറുകൾ കൊണ്ട് ഇവർ അറ്റ്ലാന്റിക് മറികടന്നിട്ട് വാഷിംഗ്ടണിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ വെച്ചിട്ട് പ്രസിഡന്റ് ഐസൻഹാവറിന്റെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ലോകത്തെ അറിയിച്ചു നോട്ടിലസ് ഉത്തരധ്രുവം മറികടന്നിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ആൻഡേഴ്സനും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനും പ്രത്യേക അവാർഡുകൾ, പാരിതോഷികങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അമേരിക്കൻ ഗവൺമെന്റ് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. നോട്ടിലസ് ഉത്തരധ്രുവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു സമയത്ത് 1958 ഫെബ്രുവരി 1 അമേരിക്ക തങ്ങളുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എക്സ്പ്ലോറർ 1 വിജയകരമായിട്ട് വിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോട്ടിലസിന്റെ ഈ ഒരു വിജയം അമേരിക്കക്കാർക്ക് ഇരട്ടി മധുരമാകുകയും ചെയ്തു. അതായത് അവർക്ക് സ്പേസിൽ അവരുടെ ഉപഗ്രഹം കൊണ്ട് എത്തിക്കാനും സാധിച്ചു. ഇതേ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയന് പറ്റാത്ത കാര്യം, ആറ്റോമിക് റിയാക്ടർ ഉള്ള ഒരു അന്തർവാഹിനി അത് നിർമ്മിക്കുക മാത്രമല്ല, അതും വെച്ചിട്ട് ഈ നോർത്ത് പോളിന്റെ അടിയിലൂടെ അത് മറികടന്ന് ഇപ്പറേ വരികയും ചെയ്തു. നോട്ടിലസ് ഈ ഒരു സമയം കൊണ്ട് ആൻഡേഴ്സൺ അറ്റ്ലാന്റിക് മറികടന്നിട്ട് വാഷിംഗ്ടണിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തി തിരികെ വരുന്ന ആ ഒരു സമയം കൊണ്ട് നോട്ടിലസ് ഇംഗ്ലണ്ടിലെ പോർട്ട്ലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലോകം മുഴുവൻ പത്രവാർത്തകളിലൂടെ നോട്ടിലസ് ഈ ഒരു ചരിത്ര ദൗത്യം പൂർത്തീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോട്ടിലസിനെ, പൊങ്ങിക്കിടക്കുന്ന നോട്ടിലസിനെ കാണുവാൻ വേണ്ടിയിട്ട് തീരങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയത്. ഇതിനുശേഷം നോട്ടിലസ്, ആൻഡേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ നോട്ടിലസിൽ പൂർണ്ണമായും കടലിന്റെ അടിയിലൂടെ മുങ്ങി തന്നെ സമ്മർജ് ചെയ്തിട്ട് തന്നെ ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. അതും ഒരു റെക്കോർഡ് യാത്രയായിരുന്നു. അവിടെ ഈ നാവികരെ റോഡിൽ വാഹനങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് ആളുകൾ ആഘോഷിച്ചത്. കൂടാതെ അവിടെ ഒരു വലിയ പരേഡ് വരെയും അവർ നടത്തി.
ഇതിനും പുറമെ നോട്ടിലസ് നിർമ്മിക്കുവാൻ മുൻകൈ എടുത്ത ഒരാളുണ്ട്, അഡ്മിറൽ റിക്കോവർ. ഇദ്ദേഹത്തിന് നോട്ടിലസിലെ നാവികനായിട്ടുള്ള ഹാർവി ഒരു പ്രത്യേക സമ്മാനവും കൊടുത്തു. ഇവര് ഈ ബാരോ സീ വാലിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് അവസാനമായിട്ട് സർഫസ് ചെയ്തത്, ഈ നോർത്ത് പോളിന് മുമ്പ്. ആ സർഫസ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ബാരോ സീ വാലിക്ക് മുമ്പുണ്ടായിരുന്ന പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ഐസ് ഷീറ്റിലെ ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് ഇവർ ഫ്രിഡ്ജിൽ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐസിന്റെ പീസാണ് ഇവർ ഇദ്ദേഹത്തിന്, ഈ നോട്ടിലസ് രൂപകൽപ്പന ചെയ്ത റിക്കോവറിന് സമ്മാനമായിട്ട് കൊടുത്തത്. ഇതിനുശേഷം ഇവർ അവസാനം ഈ നോട്ടിലസിന്റെ ശരിക്കുള്ള ഹോം പോർട്ടായിട്ടുള്ള ന്യൂ ലണ്ടനിൽ എത്തിച്ചേർന്നു. യാത്ര തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് തിരികെ ഈ ന്യൂ ലണ്ടനിലാണ് ഇത് എത്തിച്ചേരുക എന്ന്. അവിടെയും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. അങ്ങനെ ഒരു 116 പേര് ആൻഡേഴ്സിന്റെ കൂടെ ഉത്തരധ്രുവം ചുറ്റി വിജയകരമായിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഈ ഒരു യാത്ര ശരിക്കും അമേരിക്കയുടെ അഭിമാന പ്രശ്നമായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു യാത്ര ഇവർ നടത്തുമ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ നോട്ടിലസിന് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് നോട്ടിലസിന് തീർച്ചയായും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ്. ഈ നോട്ടിലസ് നിർമ്മിച്ച ശേഷം 2 ന്യൂക്ലിയർ സബ്മറൈൻസ് കൂടി അമേരിക്ക കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. USS സീ വുൾഫും USS സ്കേറ്റും ആയിരുന്നു അത്. ഇതില് USS സ്കേറ്റ് ആയിരുന്നു നോട്ടിലസിന്റെ ബാക്കപ്പ്. നോട്ടിലസ് ഉത്തരധ്രുവത്തിന്റെ അടിയിലൂടെ കടന്നുപോയി കൃത്യം ഒരാഴ്ചക്കകത്ത് 1958 ഓഗസ്റ്റ് 11 സ്കേറ്റും നോർത്ത് പോളിൽ എത്തിച്ചേർന്നു. നോട്ടിലസ് നോർത്ത് പോളിന്റെ അടിയിലൂടെയാണ് പോയതെങ്കിൽ നോർത്ത് പോളിൽ പോയി സർഫസ് ചെയ്യാനായിരുന്നു ഈ സ്കേറ്റിന് കിട്ടിയ ഉത്തരവ്. എന്നാൽ കൃത്യം നോർത്ത് പോളിന്റെ ആ ഒരു ഭാഗത്ത് കട്ടിയേറിയ ഹിമാനികൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സമയത്താണ് ഇവരങ്ങോട്ട് ചെന്ന് കയറിയത്. അതുകൊണ്ട് അവിടെ അത് പൊട്ടിച്ചിട്ട് ഇവർക്ക് സർഫസ് ചെയ്യാനായിട്ട് അന്ന് സാധിച്ചില്ല. പകരം 85 ഡിഗ്രി നോർത്ത് വരെയും ചെന്ന് എത്തിയ ശേഷം അവിടെ സർഫസ് ചെയ്യാനായിട്ടാണ് അവർക്ക് സാധിച്ചത്. 90 ഡിഗ്രി നോർത്തിൽ സർഫസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ അമേരിക്ക പിൻവാങ്ങുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. വീണ്ടും 1959 മാർച്ച് മാസം 17-ാം തീയതി ഈ USS സ്കേറ്റ് ഒരിക്കൽ കൂടി നോർത്ത് പോളിൽ എത്തുകയും കൃത്യം നോർത്ത് പോളിൽ 90 ഡിഗ്രി നോർത്തിൽ സർഫസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ ഒരു റെക്കോർഡും കൂടി അമേരിക്ക സ്വന്തമാക്കി. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഹിമാനിയുടെ മുകളിൽ ഇവര് അമേരിക്കൻ പതാക നാട്ടുക മാത്രമല്ല ചെയ്തത്, അതുകൂടാതെ ഇവരുടെ കയ്യിൽ വിലയേറിയ മറ്റൊരു പെട്ടി കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് 20-22 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ രാജ്യത്തിന്റെ കൊടിയും പേറി ഒരു ഡീസൽ അന്തർവാഹിനിയിൽ, നോട്ടിലസ് എന്ന് തന്നെ പേരുള്ള ഒരു ഡീസൽ അന്തർവാഹിനിയിൽ ഈ ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് യാത്ര തിരിച്ച് 82 ഡിഗ്രി നോർത്ത് വരെയും എത്തിച്ചേർന്ന് പരാജിതനായി തിരികെ വന്ന സാക്ഷാൽ ഹുബർട്ട് വിൽക്കിൻസിന്റെ ചാരം ഒരു പെട്ടിയിലാക്കി ഇവര് നോർത്ത് പോളിൽ ഈ USS സ്കേറ്റിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹുബർട്ട് വിൽക്കിൻസിന്റെ അന്ത്യാഭിലാഷമായിരുന്നു അത്. അവരെന്ത് ചെയ്തു, ഈ പെട്ടിക്കുള്ളിൽ നിന്ന് ഹുബർട്ട് വിൽക്കിൻസിന്റെ അവശിഷ്ടങ്ങൾ, ആ ചാരം ഇവരെടുത്ത് പ്രാർത്ഥിച്ച ശേഷം കൃത്യം നോർത്ത് പോളിൽ അവരത് വിതറുകയും ചെയ്തു. അങ്ങനെ ഒരു അന്തർവാഹിനിയിൽ മരണശേഷമാണെങ്കിൽ കൂടി നമ്മുടെ ഈ ഹുബർട്ട് വിൽക്കിൻസ് നോർത്ത് പോളിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഈ സ്കേറ്റ് എന്ന് പറഞ്ഞ അന്തർവാഹിനി നോർത്ത് പോളിൽ സർഫസ് ചെയ്ത് കിടക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഈ വിശ്വപ്രസിദ്ധ യാത്ര ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ അന്തർവാഹിനിയായിട്ടുള്ള നോട്ടിലസ് നിങ്ങൾക്കൊന്ന് കാണണം, ഇന്ന് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഉണ്ട്. അമേരിക്കയിലെ കണക്ടിക്കട്ടിലെ ഗ്രാറ്റൺ തുറമുഖത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നോട്ടിലസ് ഇപ്പോഴും കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. നോട്ടിലസ് ഇന്ന് ഒരു മ്യൂസിയമാണ്. നിങ്ങൾക്ക് നോട്ടിലസിനെ കാണാം. അതിനകത്ത് കയറി പല സ്ഥലങ്ങൾ, പല റൂമുകൾ നിങ്ങൾക്ക് സന്ദർശിക്കുകയും ചെയ്യാം. പ്രതിവർഷം 2.5 ലക്ഷത്തോളം ആളുകളാണ് നോട്ടിലസിനെ കാണാനായിട്ടും അതിനകത്ത് കയറുവാൻ വേണ്ടിയിട്ടും അവിടെ എത്തിച്ചേരുന്നത്. ഇനി ഈ വീഡിയോ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത്. 2 നമ്മുടെ ആൻഡേഴ്സൺ തന്നെ എഴുതിയതാണ്. ഒന്ന് ഇദ്ദേഹം യാത്ര പോയി വന്ന ശേഷം എഴുതിയതാണ്. പക്ഷെ അത് ചെറുതായിരുന്നു. അതിനകത്ത് വിവരങ്ങളുണ്ട്. പക്ഷേ അത് അന്നത്തെ കാലത്ത് കുറച്ച് രഹസ്യങ്ങൾ ഇദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതിലില്ലായിരുന്നു. പിന്നീട് വളരെ വിശദമായിട്ട് ഇദ്ദേഹം 2ാമത് ഒരു പുസ്തകം കൂടി എഴുതി. ഈ 2 പുസ്തകങ്ങളും പിന്നെ ഇതിനു മുമ്പ് 82 ഡിഗ്രിയിൽ പോയി പരാജിതനായിട്ടുള്ള നമ്മുടെ ഹുബർട്ട് വിൽക്കിൻസ് എഴുതിയ, അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് മുൻപ് എഴുതിയ ആ വലിയ ബുക്ക്. അങ്ങനെ ഈ 3 പുസ്തകങ്ങളാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് റെഫർ ചെയ്തത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.